ഇങ്ങനെയുള്ള കൂട്ടായ്മ ദൈവം നൽകിയതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. मेरे प्रिय भाई बहनों, मसीह में मैं इस तरह प्रभु ने हमको इस तरह का संगति दिया है, इसलिए मैं प्रभु को धन्यवाद देता हूँ. ഓരോ ദിവസവും സഹോദരന്മാരിലൂടെയുള്ള ദൈവിക ആലോചന എനിക്ക് വളരെ പ്രോത്സാഹനമായിരിക്കുന്നു. क्योंकि एक एक दिन जब भाइयों के साथ संगति करते समय में उसके द्वारा मिलने वाला वचन मेरे लिए एक बहुत प्रोत्साहन की बात है. ദൈവവചനത്തിന്റെ പഠനം അത് പ്രയോജനകരമായി തീരുന്നതോർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. और परमेश्वर का वचन में जब हम मिलकर अभ्यास करते हैं तो वो बहुत ही फायदेमंद होता है. ഇന്ന് രാത്രിയില് യൂദായുടെ ലേഖനത്തിൽ നിന്നാണ് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. आज का इस रात के समय में यूदा का पुस्तक से पढ़ना चाहता हूँ. യൂദായുടെ ലേഖനം 1-2 വാക്യങ്ങൾ ആദ്യമായിട്ട് വായിക്കുന്നു. उसका 1 और 2 में हम पढ़ते हैं. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ, പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്, നിങ്ങൾക്ക് കരുണയും സമാധാനവും സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കറിയാം, യൂദായുടെ ലേഖനം എന്ന് പറയുമ്പോൾ യൂദാ ഇസ്കരിയോത്തായുമുണ്ട്, യേശുവിന്റെ സഹോദരനായ യൂദായുമുണ്ട്. हम यूदा के बारे में विषय में अगर देखते समय में हम देखते हैं बाइबल में एक यूदा इस्करियोत करके व्यक्ति के बारे में बोला गया है जो यीशु को धोखा दिया, और दूसरा एक व्यक्ति है यूदा जो यीशु का सगा भाई है. ഈ കർത്താവായ നമ്മുടെ കർത്താവിന്റെ സഹോദരനായ യൂദയെ കുറിച്ച് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിലാണ്. 13-ാം അധ്യായത്തിന്റെ 55-ാം വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയുന്നു. यीशु का भाई जो यूदा है उसके विषय में मत्ती का पुस्तक 13 अध्याय वाक्य 55 में हम देखते हैं. അവിടെ ഇങ്ങനെയാണ് കാണുന്നത്, ഇവൻ തച്ചന്റെ മകനല്ലയോ, ഇവന്റെ അമ്മ മറിയ എന്നവളല്ലയോ, ഇവന്റെ സഹോദരന്മാർ യാക്കോബ്, യോസെ, ശീമോൻ, യൂദ എന്നിവർ അല്ലയോ, ഇവന്റെ സഹോദരികളും എല്ലാം നമ്മോട് കൂടെ ഇല്ലയോ. तो वहां पर लोग जब यीशु के विषय में देखते समय में वो लोग पूछते हैं कि देखो, क्या इसके भाई के नाम याकूब और यूसुफ और शमोन और यूदा नहीं, और क्या इस सबके बहन भी हमारे बीच में नहीं रहती. നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തിന് ശേഷം മറിയയ്ക്ക് വീണ്ടും യോസഫിൽ നിന്ന് മക്കൾ ജനിച്ചുവെന്ന് മനസ്സിലാകുന്നു. और हम वचन पढ़ते समय में हमें ये बात समझ में आता है कि यीशु मसीह का जन्म के बाद हम देखते हैं कि मरियम को, जो यीशु का माँ है, मरियम को यूसुफ के द्वारा और भी आगे बच्चे होते हैं. അവിടെ യൂദ, उसमें से एक है यूदा. അപ്പോൾ ഒരു യൂദ യേശു കർത്താവിനെ, യൂദാ ഇസ്കരിയോത്ത യേശു കർത്താവിനെ ഒറ്റിക്കൊടുത്തു. एक यूदास इस्करियोत है जिसने यीशु को पकड़वाया था. അവൻ നശിച്ചുപോയി, वो नाश हुआ. അപ്പോൾ മറ്റൊരു യൂദയെയാണ് ദൈവം ഉപയോഗിക്കുന്നത്. और उसके बाद हम देखते हैं कि दूसरा एक यूदा है जो प्रभु इस्तेमाल करता है. ഈ യൂദ തന്നെ കുറിച്ച് തന്നെ പറയുന്നത് യേശുക്രിസ്തുവിന്റെ ദാസൻ എന്ന പദമാണ്. तो यहाँ पर यूदा करके अपने आप को जब वो वर्णन करते समय में कहता है कि यहूदा यीशु मसीह का दास करके वो कहता है. അപ്പോൾ ദാസരൂപമെടുത്തവനായ യേശു കർത്താവിനെ താനും അറിഞ്ഞിരിക്കണം. उसके लिए हमें उसकी उससे पहला यीशु मसीह जो जिन्होंने दास का रूप लेकर आया है जगत में, उस यीशु मसीह को भी हमें जानना है. നമ്മൾ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ദാസരൂപം എടുത്തു എന്നുള്ള കാര്യം. फिलिपियों का पुस्तक 2 अध्याय में हम लोग पढ़ते हैं कि किस तरह हमारे प्रभु यीशु मसीह अपने आप को नम्र और दीन करके दास का रूप लिया करके 2 का 7 में पढ़ते हैं. അതേ പദപ്രയോഗമാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. वही शब्द है हम यहाँ पर भी हम देखते हैं यूदा 1 में, जो यीशु मसीह का दास. യജമാനന്റെ ഇഷ്ടം ചെയ്യുന്ന
ഒരു അടിമ എന്നുള്ള പദമാണ് ആ അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. यानी कि दास बोलते समय में एक ऐसा गुलाम जो मालिक के सारा हुक्मों को मानता है. ഇങ്ങനെ കർത്താവിന്റെ എല്ലാ തിരുഹിതവും ചെയ്യുവാൻ തക്കവണ്ണം തന്നെത്താൻ സമർപ്പിക്കപ്പെട്ടവനായിരുന്നു ഈ യൂദയും. तो यहाँ पर यूदा का खासियत हम देखते हैं कि ये एक ऐसा व्यक्ति था जो पिता परमेश्वर का इच्छा में बने रहकर सब बातों को, प्रभु का सब बातों को मांगने के लिए तैयार हुआ एक व्यक्ति था. ഒന്നാം വാക്യത്തില് പിതാവായി ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എന്നുള്ള പ്രയോഗമാണ്. तो यहाँ पर एक शब्द को हम देखते हैं, यूदा 1:1 में हम पढ़ते हैं कि उन बुलाए हुओं का नाम जो परमेश्वर पिता में प्रिय और यीशु मसीह के लिए सुरक्षित है. എന്നാൽ ഇംഗ്ലീഷില് അല്പം വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. സ്നേഹിക്കപ്പെട്ടു എന്നുള്ളിടത്ത് ഇംഗ്ലീഷിൽ സാങ്ക്ടിഫൈഡ് എന്നുള്ള പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. परंतु अंग्रेजी में जब पढ़ते समय में जहाँ पर हिंदी में जो लिखा है जो परमेश्वर पिता के प्रिय करके जो शब्द है, वो जब अंग्रेजी में पढ़ते समय वहां पर हम देखते हैं कि जो परमेश्वर पिता से परमेश्वर पिता के द्वारा या परमेश्वर पिता में पवित्र ठहराए गए. ഓക്കെ, അങ്ങനെ 3 പദങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സാങ്ക്ടിഫൈഡ്, പിന്നെ അല്ലെങ്കിൽ വിശുദ്ധീകരിക്കപ്പെട്ടു, സൂക്ഷിച്ചു, വിളിക്കപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. तो यहाँ पर 3 शब्द है जो यहाँ पर इस्तेमाल किया गया है. एक है बुलाए गए, दूसरा है प्रिय यानी कि पवित्र ठहराए हुए लोग, और तीसरा है सुरक्षित. അപ്പോൾ ദൈവത്തിന്റെ ആഗ്രഹം നമ്മെ ദൈവത്തിനായിട്ട് വിളിച്ചു വേർതിരിക്കപ്പെട്ടവരാണ് നാം. इसलिए परमेश्वर का आग्रह यह है कि हम लोग परमेश्वर के लिए हम लोग बुलाए हुए हैं. അപ്പോൾ ദൈവത്തിനായി നാം സൂക്ഷിക്കപ്പെടണം എന്നും ദൈവം ആഗ്രഹിക്കുന്നു. और ये परमेश्वर का आग्रह भी यही है कि हम परमेश्वर की में सुरक्षित बने रहे. ഈ ഉദ്ദേശത്തിലേക്ക് നാം വിളിക്കപ്പെട്ടവരുമാണ്. इस उद्देश्य के लिए हम बुलाए हुए लोग हैं. നമുക്കറിയാം, നമുക്ക് പല ദൈവമക്കൾക്കറിയാം, നമ്മള് അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചു എന്ന് പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു. पहला पत्रोस 2 अध्याय उसका 9 में हम पढ़ते हैं कि किस तरह हम जो अंधकार में फंसे हुए लोगों को ज्योति में लेकर आया है और हमें बुलाया गया है करके हम पढ़ते हैं. ഇങ്ങനെ വിളിക്കപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെട്ട വിശുദ്ധന്മാര് അവര് ദൈവത്തിന്റെ തിരുഹിതം നിറവേറ്റപ്പെടേണ്ടതിനു വേണ്ടി സൂക്ഷിക്കപ്പെടണം എന്നും ദൈവം ആഗ്രഹിക്കുന്നു. इस तरह हम जो बुलाए हुए लोग हैं और जो परमेश्वर में पवित्र ठहराए हुए, पवित्र किए हुए लोग, हमारे इस परमेश्वर का इच्छा यही है कि उस परमेश्वर के इच्छा में हम लोग सुरक्षित रहे और हिफाजत रहे. അതുകൊണ്ട് യൂദയുടെ ലേഖനത്തിലൂടെ ചില താക്കീതുകള് അന്ത്യകാലത്തുള്ള വിശ്വാസികൾക്ക് വേണ്ടി നൽകിയിരിക്കുകയാണ്. इसलिए यूदा का पुस्तक के द्वारा हम जो प्रभु में विश्वास करने वाले विश्वासी लोगों के लिए अंतिम समय में होने वाला गड़बड़ी के वजह से कुछ चेतावनियां दिया गया है. നമുക്കറിയാം, അപ്പോസ്തല പ്രവർത്തികൾ 20-ാം അധ്യായത്തിൽ പൗലോസും പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തികൾ 20-ാം അധ്യായം അതിന്റെ 29-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു എന്ന് എഴുതിയിരിക്കുന്നു. प्रभु पौलोस वहां पर प्रेरितों का कार्य 20वां अध्याय में उसका 29वां अध्याय में वो कहता है कि मैं जानता हूं कि मेरे जाने के बाद फाड़ने वाले भेड़िया तुम में आएंगे. 30-ാം വാക്യത്തിൽ പറയുന്നു, ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. और वाक्य 30 में लिखा है कि तुम्हारे ही बीच में से कुछ ऐसे मनुष्य उठाएंगे जो चेलों को अपने पीछे खींच लेंगे और टेढ़ी मेढ़ी बातें करेंगे. അപ്പോൾ 1-ാം നൂറ്റാണ്ടിൽ തന്നെ, അല്ലെങ്കിൽ കർത്താവിന്റെ മരണത്തിന് ശേഷം ആദിമ സഭയിൽ തന്നെ
അനേക ദുരുപദേശം കൊണ്ടുവരുവാൻ സാത്താൻ പരിശ്രമിച്ചു എന്ന് നമുക്ക് കാണാം. तो इससे हमें एक बात मालूम पड़ता है कि जैसे ही प्रभु का पुनरुद्धान हो जाने के बाद, प्रभु भूमि से चले जाने के बाद, हम देखते हैं कि जो पहला इतिहास में या पहला सप्ताह का जो विश्वासियों के बीच में ही वहां पर हम देखते हैं शैतान झूठे उपदेशों को खड़ा करता है ताकि कलीसिया को गिरा सके. അങ്ങനെ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുന്ന പലവിധ കാര്യങ്ങൾ ഉണ്ടാകും എന്നാണ് അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത്. और इस तरह झूठे उपदेशों से या झूठे भविष्यवक्ताओं से हमें प्रभु से दूर करने वाला बहुत से बातें इस तरह लोग उठकर आएंगे, जो झूठे भविष्यवक्ता और झूठे प्रेरित लोग रहेंगे. അതുകൊണ്ടാണ് എല്ലാ ലേഖനങ്ങളിലെയും ഒടുവിലായിട്ട് നമുക്ക് ഒരു കൺക്ലൂഷൻ എന്ന വണ്ണം ദൈവം യൂദയെ ഉപയോഗിച്ച് എഴുതിയിരിക്കുകയാണ്. इसीलिए हम देखते हैं कि वचन में जब बाइबल का पूरा अंतिम खत में, जो आखिरी खत है विश्वासियों के लिए, उस आखिरी खत में प्रभु का आत्मा यूदा को इस्तेमाल करता है विश्वासियों को चेतावनी देने के लिए. അപ്പൊ വിശ്വാസികൾ സൂക്ഷിക്കപ്പെടേണ്ടതിനു വേണ്ടി എങ്ങനെ ജീവിക്കണം എന്നുള്ള അതിനുള്ള പല ഉദാഹരണങ്ങളോട് കൂടിയാണ് യൂദ എഴുതിയിരിക്കുന്നത്. तो यूदा विश्वासी लोग किस रीति से सुरक्षित रहना है, संभाले रहना है और मसीह में हिफाजत रहना है, वो कैसा होना है करके उसके बातें वहां पर वो वर्णन करके पत्र में नीचे लिखता है. നമുക്കറിയാം, കർത്താവ് സഭയെ കുറിച്ച് പറഞ്ഞ ഉടൻ തന്നെ പാതാള ഗോപുരങ്ങളെ കുറിച്ചും പറയുകയുണ്ടായി. हम देखते हैं मत्ती का पुस्तक में जब प्रभु कहता है कि कलीसिया के बारे में जब प्रभु बात करते समय में उसी समय अगला शब्द में प्रभु ये भी कहता है कि नरक के फाटक का कार्य भी वहां पर बताया गया है. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിലാണത്. मत्ती का पुस्तक उसका 16 अध्याय उसका 18 वाक्य में हम पढ़ते हैं. അപ്പൊ സഭയ്ക്കെതിരായിട്ട് സാത്താൻ എന്നും സഭയെ മലിനപ്പെടുത്തുവാനും സഭയിലുള്ളവരെ പിന്മാറ്റത്തിലേക്ക് നയിപ്പാനും എക്കാലവും സാത്താൻ പരിശ്രമിച്ചിട്ടുണ്ട്. तो शैतान हमेशा कलीसिया के लोगों को हर समय में, हर युग में प्रभु के लोगों को प्रभु से दूर करने और कलीसिया से दूर होकर प्रभु से दूर करने का अवस्था लाने का शैतान पूरा यत्न किया है. അതുകൊണ്ട് ഈ അന്ത്യകാലത്ത് യൂദയുടെ ലേഖനം നമുക്ക് വളരെ പ്രോത്സാഹനം തരുന്നതാണ്. इसलिए अंतिम समय के लिए यूदा का जो पुस्तक है हमें बहुत प्रोत्साहन देने वाला पुस्तक है. ഈ കാലഘട്ടം വളരെ പ്രാധാന്യമേറിയ ഒരു കാലഘട്ടമാണ്. क्योंकि यह समय बहुत ही एक मुख्य समय है. പ്രാധാന്യം എന്ന് പറയുമ്പോൾ ഒന്ന്, നമുക്കറിയാം എത്രയും വേഗം നമ്മുടെ കർത്താവ് വരും. क्योंकि ये समय का खासियत क्या है कि हमारा प्रभु बहुत जल्दी आने वाला है. അതോടൊപ്പം തന്നെ സഭയിലേക്ക് അനേക കാര്യങ്ങളെ കൊണ്ടുവന്ന് സഭയെ മലിനപ്പെടുത്തുവാൻ സാത്താൻ ഒരുങ്ങുകയും ചെയ്യുന്ന കാലഘട്ടമാണ്. और ये ऐसा समय है जहां पर शैतान पूरा जोर और तैयारी से शैतान कलीसिया में दुरुपदेश लाने का कोशिश करते रहता है. ഇവിടെ 11-ാം വാക്യത്തില് 3 വ്യക്തികളെ കുറിച്ച് പറയുന്നുണ്ട്. इसलिए हम देखते हैं उसका 11वां वाक्य में 3 व्यक्तियों के बारे में बोला गया है. അവരാണ് കായീൻ, ബിലെയാം, കോരഹ്. उसमें हम देखते हैं एक है कईन और फिर बिलाम और एक कोरह. ഇത് പഴയ നിയമത്തിൽ സംഭവിച്ച കാര്യമാണ്. और ये पुराने नियम में एक घटना हुआ है, उसके आधार पर कहा है. ഇസ്രായേൽ മക്കളുടെ യാത്രയിൽ സംഭവിച്ച തടസ്സങ്ങൾ ഉണ്ടാക്കിയ വ്യക്തികളാണ്. और ये वो लोग हैं जो इस्राएल के जीवन में या प्रभु के लोगों में जो बढ़ोतरी होना चाहिए था उसमें रुकावट लाने वाले ये 3 लोग हैं. ഇസ്രായേൽ മക്കളുടെ യാത്രയിലെ തടസ്സം ഉണ്ടാക്കിയവരാണ് ബിലെയാമും കോരഹും. हाँ, और इस्राएल के लोगों में जब यात्रा में जो रुकावट लाने वाले 2 लोग हैं, बिलेयाम और कोरह. എന്നാൽ അതിനു മുൻപ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു കായീനെ കുറിച്ച് നമുക്കറിയാം. और उनके पहले इस्राएल का पहले हम देखते हैं कईन के बारे में. ബിലെയാമിന്റെ രീതി വഞ്ചനയായിരുന്നു. बिलेयाम का रास्ता धोखा देने का था. എന്നാൽ കോരഹ് അവൻ മത്സരിക്കുന്നവനായിരുന്നു എന്നാണ്. और कोरह का खासियत यह है कि वो बलवा करने वाला व्यक्ति था. അപ്പോൾ കോരഹ് ദൈവത്തിനും ജനത്തിനെതിരായിട്ട്, മോശയ്ക്കെതിരായിട്ട് മത്സരിച്ചു. അവൻ തന്നെത്താൻ നശിച്ചുപോയി. और कोरह के विषय में हम देखते हैं कि वो परमेश्वर के खिलाफ
और प्रभु के लोगों के खिलाफ, और प्रभु का दास मूसा के खिलाफ उसने बगावत किया, उसके खिलाफ खड़ा रहा, जिसकी वजह से वो नाश हुआ। ദൈവമക്കൾക്കറിയാം ബിലെയാമിന്റെ വഞ്ചന എങ്ങനെയുള്ളതായിരുന്നു എന്ന്. और परमेश्वर के लोगों को जानते हैं कि बिलेयाम का धोखा देने का स्वभाव कैसा था। ഓക്കെ, അപ്പോൾ ബിലെയാം അങ്ങനെ വഞ്ചന ഉപയോഗിച്ചെങ്കിലും അത് ബിലെയാമിന് തന്നെ നാശകരമായി തീർന്നു. और बिलेयाम ने जब धोखा देने का रास्ता उसने उपाय तंत्र पूर्वक इस्तेमाल किया, वो बाद में उसी के खिलाफ हो गया। ഓക്കെ, കായിന്റെ വഴി എന്ന് പറയുമ്പോൾ അതെ തന്റെ സഹോദരന് എതിരായിട്ട് നിലകൊണ്ടവൻ എന്നൊരർത്ഥമുണ്ട്. काइन का विषय में हम देखते समय में देखते हैं कि वो अपना ही भाई के खिलाफ खड़ा रहकर रुकावट बना। അതെ, കായിൻ സഹോദരനെ കൊന്നവനാണ്. यानी कि काइन का कौन था, उसने अपना भाई को मार दिया। എന്നാൽ കായിന്റെ സഹോദരനായ ഹാബേല് അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചവനായിരുന്നു. और काइन का भाई जो आबेल है, वो आबेल एक ऐसा व्यक्ति था जो परमेश्वर को प्रसन्न किया हुआ व्यक्ति था। ഓക്കെ, അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന സഹോദരന്മാർക്ക് എതിരായി നിന്നുകൊണ്ട് അവരെ ഇല്ലായ്മ ചെയ്യുവാൻ ഒരുങ്ങുന്ന ഒരു പാതയാണ് കായിന്റെ പാത. यानी काइन का रास्ता एक ऐसा रास्ता है जो प्रभु के लोग जो प्रभु को प्रसन्न कर जीते हैं, ऐसे लोगों को रुकावट लाकर उनको मार डाले, उनको किसी तरह प्रभु से दूर करे, ये कोशिश करता है काइन का रास्ता। ഇങ്ങനെയുള്ളവർ അന്ത്യകാലത്ത് ഉണ്ടാകുമെന്നാണ് യൂദ നമുക്ക് മുന്നറിയിപ്പ് തരുന്നത്. इस प्रकार के लोग अंतिम समय में रहेंगे करके ऐसा यूदा हमें चेतावनी देता है। ഓക്കെ, ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് അതിൽ നിന്ന് എങ്ങനെ നമുക്ക് വിടുതൽ പ്രാപിക്കാമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. और इसके विषय में जब लोग इस तरह प्रभु से दूर करेगा, उसी तरह हमें वचन के द्वारा किस तरह हमें बचना भी चाहिए करके ये बात भी मैं आगे बताना चाहता हूँ। അപ്പൊ ഇനി ഇവരെ കുറിച്ച് തിരിച്ചറിയാനുള്ള മാർഗവും കൂടെ യൂദ രേഖപ്പെടുത്തിയിട്ടുണ്ട്. और उतना ही नहीं, यूदा में पत्र लिखते समय में ऐसे लोगों को कैसा पहचानना चाहिए वो भी लिखा गया है। അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത് 12ാം വാക്യത്തിലാണ്. അതായത് 12 वाक्य में कहते हैं, സ്നേഹസദ്യകളില് മറഞ്ഞിരിക്കുന്ന കല്ല് പോലെയാണ് ഇവര്, ചെറിയ കല്ലുകൾ പോലെ. ये लोग ऐसा है कि तुम्हारे प्रेम सभाओं में तुम्हारे साथ खाते पीते, यानी और छिपी हुई चट्टान सरीका है। ഓക്കെ, അതായത് വലിയ മലയല്ല, പിന്നെയോ ആഹാരത്തിൽ മറഞ്ഞിരിക്കുന്ന ചെറിയ കല്ല് കഷണങ്ങളുണ്ട്. അത് ആഹാരം ആസ്വദിക്കുമ്പോൾ അതിന്റെ ആസ്വാദനം നഷ്ടപ്പെടുത്തി കളയും. हम देखते हैं कि जब खाना खाते समय में खाना के बीच में थोड़े थोड़े पत्थर या ऐसा छोटे छोटे बातें रहता है, जब उसको काटेंगे तो उसमें हमें बहुत तकलीफ होता है, वो हमारे खाने का स्वाद को बिगाड़ देता है। ऐसा छुपा हुआ चट्टान के समान है, यानी कि बड़ा पहाड़ नहीं है बल्कि एक छोटा पत्थर या चट्टान के समान है। ഓക്കെ, അപ്പോൾ ക്രിസ്ത്യ ജീവിതം നമുക്ക് ഒരു സ്നേഹസദ്യ പോലെയാണ്. मसीह जीवन बोला तो एक बहुत बड़ा प्रेम का सभा है। ഓക്കെ, പഴയ നിയമത്തില് അതെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, വിശുദ്ധ സ്ഥലത്തുള്ളതായ അപ്പം കാഴ്ചയപ്പം വെച്ചിരുന്ന മേശയുണ്ടായിരുന്നു. हम देखते हैं कि पुराने नियम में जब जो पवित्र स्थान में वहां पर जो शोब्रेड जो मेमना रखा था, जो मन्ना रखा था, मन्ना अല്ല കാഴ്ചയപ്പം, जो दिखने वाला रोटी को रखा था। അപ്പോൾ അവിടെ രണ്ട് രീതിയിലുള്ള ആസ്വാദനം ഉണ്ടായിരുന്നു, കൂട്ടായ്മയുണ്ടായിരുന്നു. वहां पर दो प्रकार का संगति होता था। ഒന്ന് അത് കാണിക്കുന്ന ഇപ്രകാരമാണ്, അവർക്ക് മഹാപുരോഹിതനോടും കൂട്ടായ്മയുണ്ടായിരുന്നു, പുരോഹിതന്മാർ തമ്മിലും കൂട്ടായ്മയുണ്ടായിരുന്നു. तो वो वहां पर रखते समय में वो ये बात बताता है कि वो याजक लोगों को महायाजक के साथ भी संगति रहता था, और वो खाते समय में उनको बाकी सह याजक आपस में बाकी याजकों के साथ भी संगति था। ആ കാഴ്ചയപ്പം അവര് ലേവ്യ പുസ്തകം 24-ാം അധ്യായത്തിലുണ്ട്. അഹ്റോനും പുത്രന്മാരും കൂടെ ചേർന്നായിരുന്നു ആ കാഴ്ചയപ്പം ഭക്ഷിച്ചിരുന്നത്. वहां पर जब लेवी का पुस्तक उसका 24वां अध्याय में हम देखते हैं कि वो अहरोन और उनके पुत्र दोनों मिलकर परिवार मिलकर वो ये रोटी खाते थे। 9ാം വാക്യമാണ് അത് പറയുന്നത്. उसका 9वां वाक्य में हम देखते हैं भेंट की रोटी के बारे में लिखा है। ഇതുപോലെ നമുക്ക് പുതിയ നിയമത്തില്
നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചത്. उसी तरह प्रभु ने हमें प्रभु का उस संगति में के लिए प्रभु ने हमको बुलाया है. അതെ, 1 കൊരിന്ത്യയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം അങ്ങനെ നമ്മളോട് പറയുന്നു. और वो जो हम लोग 1 कोरिन्थी 1:9 में हम पढ़ते हैं. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് പരസ്പരം കൂട്ടായ്മയുമുണ്ട്. और उसी के साथ साथ हमें आपस में भी सहभागिता और संगति है. നാം പരസ്പരം അതെ അന്യോന്യം നമ്മൾ ദാസന്മാരാണ്. हम लोग आपस में एक दूसरे के दास भी है. ഇവിടെ യൂദായും തന്നെ ഒരു ദാസനായിട്ടാണ് യൂദ തന്നെ കുറിച്ച് തന്നെ പറയുന്നത്. और यहाँ पर हम यूदा 1 अध्याय पे 1 वाक्य में हम वहां पर देखते हैं कि यूदा अपने आप को दास बोलकर उसने भाइयों के बीच में प्रस्तुत किया. അതോടൊപ്പം തന്നെ 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലും കാണുന്നുണ്ട്. ഇങ്ങനെയാണ് 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ, ഞങ്ങളെ തന്നെയല്ല ക്രിസ്തുയേശുവിനെ കർത്താവെന്നും ഞങ്ങളെയോ യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാർ എന്നും അത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. और वहां पर पौलुस वहां पर 2 कोरिन्थी 4:5 कहता है कि अपने विषय में ये कहते हैं कि हम यीशु के कारण तुम्हारे सेवक है या दास है. ഇങ്ങനെ നാം അന്യോന്യം സേവിക്കുന്ന കൂട്ടായ്മ ബന്ധമുള്ളവരാണ്. इस तरह हम लोग आपस में सेवा करने वाले एक सेवकों का संगति करने वाले झुंड है. എത്ര ശ്രേഷ്ഠമേറിയ ഒരു പദവിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചേക്കുന്നത്. कितना श्रेष्ठ रूपी पदवी में प्रभु ने हमको बुलाया है. അതെ, പുതിയ നിയമസഭയില് ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഇവിടെ മേലധ്യക്ഷന്മാരൊന്നുമില്ല. हम लोग देखते हैं कि नए नियम के कलीसिया में ऐसा कोई एक ही व्यक्ति नहीं है जो सर्वाधिकार है, जो सबके ऊपर जिम्मेदारी लेता है. അതുപോലെ തന്നെ കൂടിയ പദവി ഉള്ളവരെന്നോ കുറഞ്ഞ പദവി ഉള്ളവരെന്നോ ഇല്ല. പിന്നെയോ നാം എല്ലാവരും അന്യോന്യം ദാസന്മാരാണ്. और कलीसिया में खतरा नए नियम के कलीसिया में कोई बड़े लोग कुछ लोग छोटे लोग ऐसे नहीं है, बल्कि हम लोग एक दूसरे के दास और सेवक है. ഇതാണ് പുതിയ നിയമം കാണിക്കുന്ന കൂട്ടായ്മ ബന്ധം. यही है नए नियम में दिखाने वाला कलीसिया का संगति. ഇതിന് വിരുദ്ധമായി ആരെങ്കിലും പ്രവർത്തിക്കുമ്പോഴാണ് അവരെ സ്നേഹസദ്യയിൽ മറഞ്ഞു കിടക്കുന്ന കല്ല് പോലെ, ചെറിയ പാറക്കഷ്ണങ്ങൾ പോലെ എന്ന് യൂദാ പറയുന്നത്. जो इस बात के खिलाफ कार्य करता है, यानी कि इस भाईचारे के बीच में जो रुकावट लाता है या इसके खिलाफ उपदेश लाता है, वो लोग है जो प्रभु बोझ में, जो यानी कि जो प्रेम का जो बोझ है, उस बोझ में लोग छुपी चट्टानों के समान है, पत्थर के समान है, जो लोगों में फूट लाने का कोशिश करता है. ഇങ്ങനെയുള്ളവർ അന്ത്യകാലത്ത് ഉണ്ടാകുമെന്നും അവർക്ക് ഭയമില്ലാത്തവരായിരിക്കുമെന്നും പറയുന്നു. और यहाँ पर वचन में हम देखते हैं कि ये लोग ऐसे लोग हैं जो अंतिम समय में रहेंगे और वो लोग बिना भय से कार्य करेंगे. അവർക്ക് എന്ന് വെച്ചാൽ അവർക്ക് ദൈവത്തോടുള്ളതായ ഭയമോ ഭക്തിയോ ഇല്ലാത്തവരായിരിക്കും. इन लोगों का खासियत ये है कि इन लोगों को परमेश्वर के खिलाफ कोई भी भय नहीं है और कोई भी भक्ति नहीं है. അപ്പൊ ഇവിടെയാണ് നാം സൂക്ഷ്മതയുള്ളവരായിരിക്കേണ്ടതെന്നാണ് യൂദാ പറയുന്നത്. ऐसा समय पर हमें संभाले रहना है करके यूदा यहाँ पर लिखकर देता है. ഇനി ഇവരെ തിരിച്ചറിയാമില്ലാത്ത മേഘങ്ങൾ എന്നാണ്. और उसके बाद വാക്യത്തില് उसी 12 वाक्य में हम देखते हैं कि वो लोग उस बादल के समान है जिसको पहचाया जा नहीं सकता, जिसमें पानी नहीं है. ഓക്കെ, നമുക്കറിയാം മഴക്കാറ് എപ്പോഴും മഴക്കാറ് വെള്ളം വഹിക്കുന്നതാണ്. हम देखते हैं कि बारिश में जब बादल आते समय में ये काला बादल हमेशा पानी संभालने वाला बादल है. അപ്പോൾ മഴക്കാറുണ്ടാകുമ്പോൾ എല്ലാവർക്കും ഒരു പ്രതീക്ഷ ഉണ്ടാകും മഴ പെയ്യുമെന്ന്. तो जब काला बादल आकाश में आते समय में सभी लोग ये उम्मीद करते हैं कि अभी बारिश गिरेगा. എന്നാൽ മഴ പെയ്യാതിരിക്കുമ്പോൾ ഇതിനു വേണ്ടി കാത്തിരിക്കുന്നവരുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുന്നു. परंतु जब बारिश नहीं गिरता है तो जो लोग उस बारिश के लिए वाट जो रहे थे ഇതുപോലെ निराश हो जाते हैं. അന്ത്യകാലത്തും ഇങ്ങനെയുള്ളവരുണ്ടാകും വിശ്വാസികളുടെ ഇടയില്. उसी तरह अंतिम समय में भी इस प्रकार के लोग रहेंगे. അവരെ കാണുമ്പോൾ അവർ വിശ്വാസികളെ പോലെയുള്ളവരാണ്. और हम देखते समय उनको देखेंगे तो क्या रहेगा, विश्वासी जैसे दिखते हैं. അപ്പോൾ വിശ്വാസികൾ തമ്മിലുള്ള കൂട്ടായ്മയിൽ അന്യോന്യം നനയ്ക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും. क्योंकि विश्वासी जब सब विश्वासी लोग आपस में इकट्ठा होकर जब संगति करते समय में अब आपस उस संगति के द्वारा वो लोग एक दूसरे को भिगाने का अनुभव रहता है.
ഓക്കെ, അത് വളരെ വളരെ മധുരപൂർണമായ ഒരു അനുഭവമാണ്. ये भीग एक दूसरे को संगति में भीगना या गिला करने का ये जो अनुभव, ये बहुत ही स्वादिष्ट अनुभव है. നാം അന്യോന്യം ദാസന്മാരാണ്. നാം അന്യോന്യം വചനത്തിലൂടെ അന്യോന്യം പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ തന്നെ പ്രബോധിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതെ ഒരു നനയുന്ന അനുഭവമാണ് ഉണ്ടാകുന്നത്. तो जब भाई लोग एकत्र होते समय में एक मन में रहकर सच्चा संगति करते समय में, उस संगति में वचन देकर वो लोग प्रोत्साहन करते समय में क्या कर रहा है, एक भाई दूसरा भाई को गीला कर रहा है, भिगा रहा है. എന്ന് വെച്ചാല് അതായത് വളരുന്ന ഒരു ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം പോലെ തന്നെ വിശ്വാസികൾ കൂടി വരുമ്പോൾ ഇങ്ങനെ പരസ്പരം നനയ്ക്കുന്ന ഒരു അനുഭവം ഉണ്ടാകും. दूसरा शब्द में कहूँ तो जैसा एक छोटा सा पौधा जब वो बढ़ते रहते समय में वो किसान आकर उसमें पानी डालता है ताकि अच्छे रीति से वो बढ़े, उसी रीति से भाई लोग जब एकत्र होते समय में संगति करते समय में वो एक ऐसा अनुभव है जैसे एक दूसरे को पानी डाल रहा है. എന്നാൽ ഇങ്ങനെ അന്ത്യകാലത്ത് ചില വിശ്വാസികളുണ്ട്, നമ്മൾ അവര് വിശ്വാസികളാന്ന് കരുതി അടുത്ത് ചെല്ലുമ്പോഴാണ് അവര് വെള്ളമില്ലാത്ത മേഘങ്ങളെ പോലെയാണെന്ന് മനസ്സിലാകും. परंतु अंतिम समय में हम देखते हैं ऐसा अवस्था में हो जाता है कि कुछ लोग जो विश्वासी का ढोंग लेकर रूप लेकर आते हैं और हमें लगता है कि ये विश्वासी है बोलकर संगति करने के लिए तो जाते तो है, परंतु बाद में मालूम पड़ता है कि ये लोग ऐसे बादल है जिसमें पानी नहीं है. അങ്ങനെ നമ്മുടെ പ്രതീക്ഷയും പ്രത്യാശയും നഷ്ടപ്പെടുത്തുന്ന ഒരു കൂട്ടരായിരിക്കും ഇങ്ങനെയുള്ളവര്. और ऐसे लोग हैं जो हमारा आशा, जिस बात पर हमने उम्मीद किया था, जिस संगति के द्वारा जो उम्मीद किया था और जो आशा करके रखा था, वो बात को तोड़ने वाले लोग हैं. ഇനി മറ്റൊരു കൂട്ടരാണ് ഇല കൊഴിഞ്ഞും ഫലമില്ലാതെയും രണ്ടൊരു ചത്തും വേരറ്റും പോയ വൃക്ഷങ്ങൾ. और दूसरा हम देखते हैं पतझड़ के निष्फल पेड़ है जो 2 बार मर चुके हैं. ഓക്കെ, ഇവരില് രണ്ട് രീതിയിലുള്ള നിർജീവ അവസ്ഥയുണ്ട്. यहाँ पर दो प्रकार का एक मरणहार अवस्था है इनमें. ഒന്ന് അവരിൽ ഫലമില്ല, एक है कि वो लोग निष्फल है, മറ്റൊന്ന് അവർക്ക് വേരുമില്ല. और दूसरा हम देखते हैं कि उनमें जड़ नहीं है. വേരുണ്ടായിരുന്നു, പക്ഷെ അത് വേര് അത് എങ്ങനെയോ നശിച്ചു പോയി. जड़ पहला था पर अभी तो कोई तो कारण से उखड़ चुका है. അപ്പോൾ ഒരു വൃക്ഷം നടുന്നത് അത് ഫലമുണ്ടാകാൻ വേണ്ടിയാണ്. हम देखते हैं कि जब एक पेड़ को जब वो डाला जाता है, वो इस उद्देश्य में डाला जाता है कि वो फल उत्पन्न करे. ഫലം കൊണ്ടാണ് വൃക്ഷത്തെ തിരിച്ചറിയുന്നത്. क्योंकि उस फल से हम पेड़ कौन सा है हम पहचानते हैं. എന്നാൽ ഇവർക്ക് ഫലവുമില്ല, മാത്രവുമല്ല വേരും നശിച്ചു പോയിരിക്കുന്നു. परंतु ये ऐसे लोग हैं जो निष्फल है और इनका जड़ उखाड़ा हुआ है. എന്നുവെച്ചാൽ നാം ക്രിസ്തുവിൽ വേരൂന്നിയവരാണ്. क्योंकि हम लोग वो लोग हैं जो मसीह में जड़ बांधकर गहराइयों में जा रहे हैं. ഒരിക്കൽ ഇവർ വിശ്വസിച്ചവരാണ്, പക്ഷേ ഇവരുടെ വേര് നഷ്ടപ്പെട്ടു പോയി. एक समय में थे ये लोग, विश्वासी लोग थे, परंतु अभी आगे चलकर क्या हो गया, उनका जड़ उखड़ चुका है. ഇനി മറ്റൊരു കാര്യം ഇവരെ കുറിച്ച് പറഞ്ഞേക്കുന്നത് ഇങ്ങനെയാണ്. 13-ാം വാക്യത്തില് തങ്ങളുടെ നാണക്കേട് നുരച്ചു തള്ളുന്ന കൊടിയ കടൽ തിരകൾ. और वाक्य 13 में हम देखते हैं कि उनके बारे में लिखा है कि ये समुद्र के प्रचंड हिलकोर है जो अपने लज्जा का फेन उछालते हैं. ഓക്കെ, എനിക്ക് തോന്നുന്നത് യെശയ്യാവിന്റെ പുസ്തകം 57-ാം അധ്യായത്തിലാണ് ദുഷ്ടന്മാര് കലങ്ങിയ കടൽ പോലെയാണെന്നുള്ളതായ ഒരു വാക്യമുണ്ട്. हम लोग इस तरह एक वाक्य हम पढ़ते हैं एशिया का पुस्तक में, शायद 57 का अध्याय में होगा. दुष्ट लोग हमेशा एक बिगड़ा हुआ लहर के समान है. पानी जो एक समय स्थिर था, परंतु ये हिला हुआ पानी के समान है. അതിന്റെ 20-ാം വാക്യത്തിലാണ് ദുഷ്ടന്മാരോ കലങ്ങി മറിയുന്ന കടൽ പോലെയാകുന്നു, അതിന് അടങ്ങിയിരിക്കാൻ കഴിയുകയില്ല, അതിലെ വെള്ളം ചേറും ചെളിയും മേലോട്ട് തള്ളുന്നു, ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് എന്റെ ദൈവം അരുളി ചെയ്യുന്നു. ഐസായ 57 का 20 और 21 पढ़ेंगे. परंतु दुष्ट तो लहराते समुद्र के समान है, जो स्थिर नहीं रह सकता और उसका जल मैल और खींच उछालता है. दुष्टों के लिए शांति नहीं है, मेरे परमेश्वर का यही वचन है. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു കൂട്ടരുണ്ട്. അതായത് അവർക്ക് തന്നെ സമാധാനമില്ല,
അതുകൊണ്ട് അവരുടെ വാക്കുകളെല്ലാം മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കാൻ കഴിയാത്ത വാക്കുകളുമാണ്. तो इस तरह का विश्वासी लोग भी है जो खुद अशांत का अवस्थे में जी रहे, शांति नहीं है, और दूसरे लोग जब दूसरों के साथ बात करते हैं समय में भी ऐसा बांटते हैं जिसमें शांति का बात नहीं रहता. ഇനിയും 13-ാം വാക്യത്തിന്റെ ഒടുവിലായിട്ട് ഇവരെ കുറിച്ച് പറയുന്നത് വക്രഗതിയുള്ള നക്ഷത്രങ്ങൾ എന്ന് പറയുന്നു. और फिर हम देखते हैं कि ये लोग वो आगे पढ़ना 13 का, ये डावडोल तारे हैं जिनके लिए सदाकाल तक घोर अंधकार रखा गया है. हाँ, ये ढालडोल तारे हैं, मतलब भटकने वाले, मंडराने वाले तारे. അപ്പോൾ പണ്ട് കാലങ്ങളില് കടലിൽ കപ്പൽക്കാർ യാത്ര ചെയ്യുമ്പോൾ അവര് ചില നക്ഷത്രങ്ങളെ ആയിരുന്നു ലക്ഷ്യം വെച്ച് യാത്ര ചെയ്തിരുന്നത്. हम देखते हैं कि पुराने जमानों में ऐसा जमाना था कि जब लोग जहाज में यानी पानी में यात्रा करते समय में जहाज के जो कप्तान है, जहाज के लोग, वो लोग यात्रा करते समय में उन लोग एक देश से दूसरा देश में जाना हो तो वो लोग आकाश के सितारों को देखकर उसको नक्शा बनाकर वो लोग यात्रा करते थे. അങ്ങനെ അവർ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ ഈ നക്ഷത്രങ്ങൾ കപ്പൽ യാത്രക്കാരെ സഹായിച്ചിരുന്നു. तो जहाज में सफर करने वाले लोग उनको लक्ष्य, जो जिस लक्ष्य में वो लोग जाना था उस लक्ष्य में पहुंचना हो तो वो लोग सितारों का मदद से वो लोग पहुंचते थे. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന നക്ഷത്രങ്ങൾ അവര് വക്രഗതിയുള്ളവരാണ്. परंतु यहाँ पर जो तारे के बारे में बोला है वो भटकने वाला तारे है. അവര് ഇന്നുള്ളിടത്ത് നാളെ കാണുകയില്ല. मतलब इनका अवस्था ये है कि जिधर आज ये लोग ने उनको दिखा था कल वो लोग उधर नहीं दिखाई देगा. പിന്നെ അവർ മറഞ്ഞും പോകും. और फिर वो लोग छुप जाते हैं. ഇങ്ങനെ ഇതുപോലെയുള്ള വിശ്വാസികൾ അന്ത്യകാലത്ത് ഉണ്ടാകാമെന്നാണ്. मतलब इस तरह के विश्वासी लोग भी अंत समय में रहेंगे करके वचन कहता है. ഇങ്ങനെയുള്ള പല ദുഷിച്ച രീതിയിലും ദുരുപദേശം പരത്തുന്നവരും അന്ത്യകാലത്തുണ്ടാകാം എന്നാണ് യൂദ നമ്മെ പ്രബോധിപ്പിക്കുന്നത്. इस तरह का झूठे भाई लोग जो दुष्ट है और गलत फहमियां और दुष्ट चिंताओं को या दुरुपदेश फैलाने वाले विश्वासी लोग अंतिम समय में रहेगा करके യൂദ याद दिलाता है. ഇനി നമുക്ക് ഇങ്ങനെയുള്ളവരിൽ നമുക്ക് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും എന്നാണ് നാം ചിന്തിക്കേണ്ടത്. अभी हमें इस प्रकार के लोगों से हमें कैसा बचना है या संभालना है, ये बात भी हमें देखना है. ഇവിടെ യൂദ പലരുടെ അനുഭവം, പലരുടെ സ്വഭാവം നമുക്ക് വ്യക്തമായി കാണിച്ചു തന്നിരിക്കുകയാണ്. यहाँ पर यूदा बहुत लोगों का अनुभव और बहुत लोगों का स्वभाव को प्रकट किया है. എന്നാൽ നമുക്ക് പിൻപറ്റാൻ പറ്റുന്ന ഒരു മാതൃക 9-ാം വാക്യത്തിലുണ്ട്. परंतु हमारे लिए एक आदर्श पूर्वक यानी कि ऐसा व्यक्ति जिसका हम पीछे हो सके या अच्छा रास्ता है जो हम आके 9 में भी हम देखते हैं. അവിടെ ഇങ്ങനെ പറയുന്നത്, എന്നാൽ പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ചു വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഫലിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. वाक्य 9 पढ़ेंगे. परंतु प्रधान स्वर्गदूत मिखाएल ने जब शैतान से मूसा की लोथ के विषय में वाद विवाद करता था तो उसको बुरा भला कह के दोष लगाने का साहस न किया, पर यह कहा कि प्रभु तुझे डांटे. നമുക്കറിയാം മീഖായേൽ എല്ലാ ദൂതന്മാരിലും ദൈവിക യുദ്ധങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് മീഖായേൽ. और मिखाएल स्वर्गदूत का खासियत को अगर हम देखा जाए तो वो एक ऐसा स्वर्गदूत है जो यहोवा परमेश्वर को युद्ध का विषय में जो भी बातें आता है तो हमेशा आगे खड़े रहकर युद्ध करने वाला स्वर्गदूत है ये मिखाएल. എനിക്ക് തോന്നുന്നത് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തില് മീഖായേലിനെ കുറിച്ച് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. हम लोग उदाहरण के लिए मिखाएल अपने प्रकटीकरण का पुस्तक 12 अध्याय में वहां पर भी हम मिखाएल के बारे में हम देखते हैं. ഓക്കെ. അപ്പൊ മിഖായേല് സാധാന്യമായ അല്ലെങ്കിൽ മഹാസർപ്പത്തോട് പടവെട്ടി, അതുപോലെ തന്നെ സ്വർഗത്തിൽ പിന്നെ ആ മഹാസർപ്പത്തിന്റെ സ്ഥലം ഒന്നും കണ്ടില്ല എന്നാണ് കാണുന്നത്. वाक्य 7 पढ़ेंगे. फिर स्वर्ग में लड़ाई हुई, मिखाएल और उसके स्वर्गदूत अजगर से लड़ने निकले और अजगर और उसके दूत उससे लड़े. ओके. वाक्य 8 भी. परंतु प्रबल न हुए और स्वर्ग में उनके लिए फिर जगह न रही.
അപ്പോൾ ഇത്രമാത്രം ശക്തനായ ഒരു ദൂതനായിരുന്നു മീഖായേൽ. तो यानी कि इतना सामर्थ्य से भरा हुआ या शक्ति से भरा हुआ एक स्वर्गदूत है मिकाएल. ക്ഷമിക്കണം, ആയിരുന്നു എന്നുള്ള പദമല്ല, ആണ്. सॉरी था करके नहीं, समझ आता हूँ, था करके नहीं परंतु है. ഓക്കെ, ഞാൻ പറഞ്ഞ പ്രയോഗമാണ് തെറ്റിപ്പോയത്. या ഓക്കെ. അപ്പോൾ ഇത്ര ശക്തനായ ദൈവദൂതന് അവന് സാത്താനോട് ഒരു ദൂഷണവിധി പറയാതെ കർത്താവ് നിന്നെ ഫൽസിക്കട്ടെ എന്ന് പറയുന്നതേ ഉള്ളൂ. तो यहाँ पर जब यूदा में हम पढ़ते हैं समय में इतना सामर्थ्य और अधिकार से भरा हुआ मिकाएल स्वर्गदूत जब शैतान के सामने आते समय में वो कुछ बुरा भला कहकर दोष नहीं लगाता, परंतु यही कहता है कि प्रभु तुझे डांटे. ഓക്കെ. അപ്പോൾ എന്നാൽ ഈ മിഖായിലിന് അറിയാം, ഇനി ഒരു ദിവസം ഇതാ വരാൻ പോകുന്നു, ഞാൻ അന്ന് ഇവനെ കീഴടക്കേണ്ടവനാണെന്ന് മിഖായിലിന് വ്യക്തമായി അറിയാമായിരുന്നു. परंतु मिकाएल ये भी जानता है कि एक दिन एक ऐसा दिन आएगा जहां पर युद्ध होते समय में मैं तुझे हराऊंगा और मैं तुझे गिरा दूंगा. അപ്പോൾ ദൈവിക പ്രവർത്തനത്തിനു വേണ്ടി സമർപ്പിതമായി നിലകൊള്ളുന്ന ഒരുവനെയാണ് നാം കാണുന്നത്. यानी कि हम एक ऐसा व्यक्ति को हम देखते हैं जो प्रभु का इच्छा को पूरा होने के लिए अपने आप को समर्पण किया. ശക്തനാണെങ്കിലും ശരി, ദൈവസന്നിധിയില് തന്നെത്താൻ സമർപ്പിക്കപ്പെട്ട ഒരുവൻ. भले ही वो बलवान हो, परंतु परमेश्वर की इच्छा के सामने वो अपने आप को झुका के रखकर नम्र करने वाला, यानी कि प्रभु का इच्छा पूरा हो ऐसा मन रंगाने वाला व्यक्ति. ഓക്കെ. അപ്പോൾ നമ്മൾ അന്ത്യകാലത്ത് ഉണ്ടാകാവുന്ന ദുരുപദേശങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ സഭയ്ക്കെതിരായുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇത്രയും സമയം കേട്ടത്. अभी तक हम लोग ये देख रहे थे कि अंतिम समय में जो कलीसिया के ऊपर जो विपत्ति आ सकता है वो बातों को हम देख रहे थे. ഇനി ഇതിനെതിരെ നമുക്ക് എങ്ങനെ നിലകൊള്ളാം? अभी इसके खिलाफ हम कैसे हम उसको संभाल सकते हैं? അതിനുള്ള ഒരു പരിഹാരം എന്നവണ്ണമാണ് ഈ മീഖായേലിനെ ഇവിടെ കാണിച്ചിരിക്കുന്നത്. उसका एक हल के विषय में हम देखते हैं जो मिकाएल को यहाँ पर रखा है. മീഖായേലിന്റെ പാത, यानी कि मिकाएल का चाल चलन. ഈ പാത മീഖായേൽ പഠിച്ചത് മറ്റാരിൽ നിന്നല്ല, ക്രിസ്തുവിൽ നിന്നാണ്. परंतु मिकाएल जो ये बातें ये स्वभाव जो सीखा है वो और किसी से नहीं, प्रभु यीशु मसीह से है. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതേ പാതയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. यानी कि जो हमारा प्रभु यीशु मसीह इसी पथ चिन्हों में वो चला था. ഇതേ സ്വഭാവം നമുക്ക് നമ്മുടെ കർത്താവിലും കാണാൻ കഴിയുന്നുണ്ട്. यही स्वभाव हम अपने प्रभु में भी हम देखते हैं. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പരീശന്മാരും ശാസ്ത്രിമാരും പുരോഹിതന്മാരും എല്ലാം കർത്താവിനെ പിടിച്ചു കെട്ടുവാനായി വന്നു. हम देखते हैं कि हमारा प्रभु को फरीसी शास्त्री और अधिकारी सब मिलकर यीशु को पकड़कर बांधने के लिए आए थे. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം, मती का पुस्तक उसका 26वां अध्याय. പത്രോസ് വാളൂരി അവരിൽ ഒരാളെ വെട്ടി. वहां पर हम देखते हैं कि पत्रोस ने उसने तलवार निकाला और एक व्यक्ति को काटा. അപ്പോൾ കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. तो प्रभु एक बात कहता है. അതിന്റെ 51-ാം വാക്യത്തിലാണ്, മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 51-ാം വാക്യം. അപ്പോൾ യേശുവിനോട് കൂടെ ഉള്ളവരിൽ ഒരുവൻ കൈനീട്ടി വാളൂരി മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി അവന്റെ കാതറുത്തു. वहां पर मैथ्यू 26 का 51-52 पढ़ेंगे. और देखो, यीशु के साथियों में से एक ने हाथ बढ़ाकर अपनी तलवार खींच ली और महायाजक के दास पर तलवार उसके का कान उड़ा दिया. तब यीशु ने उससे कहा, अपनी तलवार कांटे में रख ले, क्योंकि जो तलवार चलाते हैं वे सब तलवार से नाश किए जाएंगे. ഇനി 53-ാം വാക്യമാണ് പ്രാധാന്യമേറിയ പ്രാധാന്യത അർഹിക്കുന്ന ഒരു വാക്യം. ഇങ്ങനെയാണ്, എന്റെ പിതാവിനോട് ഇപ്പോൾ തന്നെ 12 ലഗ്യോനിലും അധിക ദൂതന്മാരെ എന്റെ അരികെ നിർത്തേണ്ടതിന് എനിക്ക് അപേക്ഷിച്ചുകൂടാ എന്ന് തോന്നുന്നുവോ? എന്നാൽ ഇങ്ങനെ സംഭവിക്കണമെന്നുള്ള തിരുവെഴുത്തുകൾക്ക് ഇങ്ങനെ നിവർത്തി വരും എന്ന് പറഞ്ഞു. पढ़ेंगे 53-54. क्या तो नहीं समझता कि मैं अपने पिता से विनती कर सकता हूँ और वह स्वर्गदूतों 12 पलटन से अधिक मेरे पास अभी उपस्थित कर देगा, परंतु पवित्र शास्त्र की वे बातें कि ऐसा ही होना अवश्य है क्यों कर पूरी होगी. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അവന്റെ സംരക്ഷണത്തിന് അവൻ അപേക്ഷിച്ചാൽ 12 ലഗ്യോനിലും അധികം ദൂതന്മാരെ വിട്ടുകൊടുക്കും എന്നാണ് കർത്താവ് പറയുന്നത്.
हमारा प्रभु यहाँ पर क्या कहता है कि अगर उनका खुद का हिफाजत का बात हो, सुरक्षता का बात हो, और वो पिता से अगर प्रार्थना करेंगे तो पिता तुरंत 12 पलटन से भी अधिक स्वर्गदूतों को भेजकर उनका सुरक्षता के लिए कार्य कर सकता है। എന്നാൽ 54 വാക്യം പറയുന്നത്, എന്നാൽ ഇങ്ങനെ സംഭവിക്കണമെന്നുള്ള തിരുവെഴുത്തുകൾക്ക് എങ്ങനെ നിവർത്തി വരുമെന്ന് പറഞ്ഞു. परंतु अगर ऐसा होगा तो 54 में हम देखते हैं कि पवित्र शास्त्र में लिखा हुआ बातें फिर कैसा पूरा होगा? पूरा होना अवश्य है, इसलिए वो मैं नहीं करता। അപ്പോൾ ആദ്യമേ ഞാൻ പറയുകയുണ്ടായി, യൂദ തന്നെ തന്നെ ഒരു ദാസനായിട്ടാണ് തന്നെ പരിചയപ്പെടുത്തുന്നത്. हम देखते हैं कि मैंने बात ये पहले भी कहा था, यूदा ने जब अपने आप को प्रकट किया, यानी कि अपना पहचान बताते समय में वाक्य 1 में उसने ऐसा पहचान बताई कि मैं प्रभु का एक दास हूँ। യൂദ നോക്കുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലേക്കാണ്. क्योंकि यूदा प्रभु यीशु मसीह की ओर देखकर उन्होंने ऐसा किया। ദൈവ ഇഷ്ടം ചെയ്യാനും അത് പൂർത്തീകരിക്കേണ്ടതിനും വേണ്ടി തന്നെത്താൻ അതെ ഒരു അടിമയായി തീർന്ന ക്രിസ്തുവിനെ യൂദ വ്യക്തമായി കണ്ടിരുന്നു. यूदा ने एक ऐसा व्यक्ति को देखा, एक ऐसा परमेश्वर को पुत्र को देखा जिन्होंने अपने आप को नम्र करके, महिमा में होकर भी अपने आप को नम्र किया और पिता का इच्छा पूरा हो सके, इसलिए ये परमेश्वर का पुत्र नम्र होकर गुलाम बनकर आया, दास बनकर आया। ये स्वभाव यूदा ने यीशु मसीह में देखा। ഈ യേശുവിന്റെ ദാസനായി തീരണമെന്നായിരുന്നു യൂദയുടെ ആഗ്രഹം. इसलिए ये यूदा का आग्रह यह था कि ये यीशु का दास मैं बन जाऊं। യൂദ അന്ത്യകാലത്തുണ്ടാകാൻ സാധ്യതയുള്ള അനേക കാര്യങ്ങളെ കണ്ടെങ്കിലും താന് അതല്ല അനുകരിച്ചത്. പിന്നെയോ യേശുവിന്റെ ദാസനായി തീർന്ന ക്രിസ്തുവിനെയാണ് യൂദ, ആ ക്രിസ്തുവിന്റെ ദാസനായി ഇരിപ്പാനാണ് യൂദ ആഗ്രഹിച്ചത്. इसके लिए यूदा ने जब अंतिम समय में आने वाला विपत्तियों और जो भी गड़बड़ी के बातें हैं, ये सब बातें देखा तो उसके पीछे होकर वो डरा नहीं, परंतु किसी भी रीति से ये प्रभु का मैं सेवक बन जाऊं, प्रभु का गुलाम बन जाऊं, इस बात को पूरा करने के लिए, वो इच्छा को पूरा करने के लिए प्रभु का पीछे हो गया। ഓക്കെ, ദൈവത്തിന്റെ എല്ലാ ആലോചനയുടെയും കേന്ദ്രമായിരുന്നു കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം. हम देखते हैं कि परमेश्वर का इच्छा का जो सभी बातों का जो केंद्र बिंदु है प्रभु यीशु मसीह का क्रूस। അവിടെ എല്ലാ ദൈവിക ആലോചനയെയും നമുക്ക് കാണാൻ കഴിയും. और वहां पर सब प्रकार का धार्मिकता का जो भी परमेश्वर का विचार था, वो सब बातें वहां पर क्रूस में देख सकते हैं। ഒരു വിശ്വാസിക്ക് ലഭിക്കേണ്ട എല്ലാ അനുഗ്രഹങ്ങളുടെയും ആരംഭം അവിടെയാണ്. और एक विश्वासी को सभी आशीषों का जो बातें हैं, उसका शुरुआत और आरंभ हम उस क्रूस में देखते हैं। അതെ, അത് നമ്മൾ കാണുന്നത് ദൈവ ഇഷ്ടം നിവർത്തിച്ച ക്രിസ്തുയേശുവിൽ നിന്നാണ് നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉള്ളത്. और हम देखते हैं कि हम एक ऐसा मसीह यीशु को देखते हैं जिसने परमेश्वर का सब बातों को पूरा किया और वो आशीष हमको दिया। ഓക്കെ, ഈ ദൈവം നമ്മെ അനുഗ്രഹിച്ചതും എഫെസ് ലേഖനം 1:3 പറയുന്ന ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വർഗത്തിലെ എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മളെ ക്രിസ്തുവിലാണ് ദൈവം അനുഗ്രഹിച്ചത്. और हमें सारा आशीषों का मिलने का कारण भी, अगर हम एफेसर का पुस्तक 1:3 का आधार में हम पढ़ेंगे तो जो भी आशीष है जो स्वर्गीय स्थान में रखा है वो सब मसीह में है करके हम देखते हैं। അങ്ങനെ അതിന് കാരണമായി തീർന്ന ക്രിസ്തു അവന് പിതാവിന്റെ എല്ലാ നീതിയുടെ ആവശ്യങ്ങളും നിറവേറ്റിയവനാണ്. तो ये सब का कारण बनने वाला जो प्रभु यीशु मसीह, उन्होंने क्या किया? पिता का सारा धार्मिकता का मांग को पूरा किया। പിതാവിന്റെ തിരുവിഷ്ടം ചെയ്യുന്നതില് ഈ കർത്താവ് അവന് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെയാണ് അവന് ദാസനെ പോലെ ആയി തീർന്നത്. तो परमेश्वर का ये इच्छा पूरा करने के लिए जब इस दुनिया में आया, वो भले ही परमेश्वर है, फिर भी वो मेरा अधिकार है बोलकर ऐसा पकड़ कर नहीं रखा, बल्कि मनुष्य बनकर आया, दास बनकर आकर अपने आप को नम्र कर उन्होंने सब बात को पूरा किया। ദൈവം തന്റെ ദൈവത്തിന്റെ അനന്ത ജ്ഞാനത്തിൽ ഉളവായ ഒന്നാണ് പുത്രനായ ക്രിസ്തുയേശുവിന്റെ ക്രൂശ് മരണം. हम देखते हैं कि पिता परमेश्वर का ये अनंत काल के पहले से ही ये परमेश्वर का हृदय में एक विचार था और ये आग्रह था कि यीशु मसीह एक दिन आकर क्रूस पर मरे। യേശുവിനെ വാളുകൊണ്ട് കൊല്ലാമായിരുന്നു, അല്ലെങ്കിൽ കയറിൽ കെട്ടിത്തൂക്കി കൊല്ലാമായിരുന്നു. എന്നാൽ ദൈവം അങ്ങനെയുള്ളതൊന്നുമല്ല തന്റെ ജ്ഞാനത്തിൽ ദൈവം നിശ്ചയിച്ചത്. परमेश्वर चाहिए तो यीशु को कोई तलवार से मार सकता था या फिर रस्सी लेकर उनको फांसी चढ़ा सकता था, परंतु ऐसा कोई रास्ता नहीं उठाया। उन्होंने ये क्रूस पर चढ़ाकर मारने का बात को परमेश्वर ने चुना।
അപ്പൊ അവിടെ നമുക്ക് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ഒരുക്കുക മാത്രമല്ല, പിന്നെയോ നമുക്ക് പിൻപറ്റുന്ന ഒരു മാതൃകയും കൂടെ കർത്താവ് വെച്ചിട്ട് പോയി എന്നാണ് പത്രോസ് അതിനെക്കുറിച്ച് പറയുന്നത്. और हमारे लिए पाप हम जो पाप में दबे हुए थे, हम जैसे लोगों को पाप से छुटकारा दे, सिर्फ उतना ही नहीं परंतु हमारे लिए आगे चलकर एक आदर्श बन जाए, एक मार्गदर्शक बन जाए, परंतु ऐसा यानी कि एक ऐसा व्यक्ति बने जिसके हम पथ चिन्हों में चल सके, उस रीति से परमेश्वर ने प्रभु का इस्तेमाल किया। ഇങ്ങനെ യാതൊരു പെറുപെറുപ്പും കൂടാതെ യാതൊരു വാഗ്വാദവും ഉന്നയിക്കാതെ ദൈവ ഇഷ്ടത്തെ പൂർണ്ണമായി അനുസരിച്ച് ക്രിസ്തുവിനെയാണ് നാം ക്രൂശിൽ കാണുന്നത്. और क्रूस में हम ऐसा यीशु को देखते हैं जिन्होंने कोई किसी भी कारण किसी के साथ तर्क नहीं किया या कुड़कुड़ाया नहीं. അപ്പൊ അവിടെ നമ്മെ ഓരോരുത്തരെയും അവൻ ഓർത്തിരുന്നു. क्योंकि उस क्रूस में उन्होंने हम सबको याद किया. അതെ, അതായിരുന്നു അവന്റെ മുൻപിൽ ഉണ്ടായിരുന്നതായ സന്തോഷം. वही बात हम देखते हैं कि उनमें उनके सामने रखा हुआ आनंद इब्रानी 2:12 अध्याय में. അതെ, അതിനുവേണ്ടിയാണ് അവന് തന്റെ അവന് അപമാനം അലക്ഷ്യമാക്കിയാണ് ക്രൂസിനെ സഹിച്ചത്. जिसके वजह से हम देखते हैं कि लज्जा की कुछ चिंता ना करते हुए वो क्रूस का दुख उठाया. ഈ ക്രിസ്തുവിന്റെ ദാസനായിരിക്കാനാണ് യൂദ ആഗ്രഹിച്ചത്. इस यीशु का दास बन जाए, इस मसीह का दास बन जाए, ऐसा यूदा ने निर्णय लिया. യൂദായും അനേക നെഗറ്റീവായ കാര്യങ്ങളെ കണ്ടു. യൂദാ ने बहुत सारा सकारात्मक बातें भी देखा था. എന്നാൽ ആ കാര്യങ്ങളിലേക്കല്ല യൂദ ലക്ഷ്യം വെച്ചത്. എന്നാൽ ആ കാര്യങ്ങൾ നമ്മുടെ ബുദ്ധി ഉപദേശത്തിന് വേണ്ടി എഴുതി വെച്ചിരിക്കുകയാണ്. तो वो सब बुरा बातें जो सकारात्मक बातें हैं उनके ऊपर मन लगाकर उसके पीछे नहीं हुआ. वो सब बातों को लेकर हमारा किस तरह फायदा हो सके या उसमें भलाई हो सके, वो बात वैसा किया. അതോടൊപ്പം തന്നെ യൂദ കണ്ട ഒരു കാര്യം, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ആ ക്രിസ്തുവിന്റെ ദാസനായിരിക്കാനാണ് യൂദ ആഗ്രഹിച്ചത്. और इसमें इसलिए यूदा ने ये इच्छा रखा, एक ऐसा यीशु जो मुझसे प्रेम करता है और अपने आप को समर्पण किया ताकि मैं बच सकूं, ऐसा यीशु का स्वभाव को देखकर वो यीशु मसीह के पीछे हो लिया. ഈ യൂദ യേശു കർത്താവിനോട് കൂടെ കുടുംബത്തിൽ ജീവിച്ചവനുമാണ്, മാനുഷിക ജീവിതം നയിച്ചവനുമായിരുന്നു. यूदा एक ऐसा व्यक्ति है जो यीशु के साथ शारीरिक रीति से प्रभु के साथ, यानी उस समय में शारीरिक रीति में प्रभु के साथ अपने यीशु के घर में जिया हुआ व्यक्ति है. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ജോസഫിന്റെ മരണശേഷം കുടുംബത്തിന്റെ ഉത്തരവാദിത്വം മുഴുവനും യേശുവിന്റെ ഉത്തരവാദിത്വത്തിലായിരുന്നു. हम देखते हैं कि और ये सब बात हम जानते भी है, जब यूसुफ का मृत्यु हुआ तो घर चलाने का सारा जिम्मेदारी यीशु के ऊपर आ गया. ഇവിടെ നമ്മള് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ കണ്ടു 4 സഹോദരന്മാരും 2 സഹോദരിമാരെങ്കിലും ഉണ്ടായിരുന്നു എന്ന്. और हम देखते हैं कि यीशु के विषय में हम लोग भाई बहनों के बारे में मत्ती का पुस्तक 13 अध्याय में हमने पढ़ा. അപ്പൊ ആ കുടുംബത്തിലെ എല്ലാ ഉത്തരവാദിത്വങ്ങളും യേശു ചെയ്ത് തീർക്കുന്നത് ഈ യൂദ കണ്ടിരുന്നു. और इस तरह यीशु अपना भाइयों के लिए, घर के लिए सारा जिम्मेदारी उठाकर काम कर रहा है करके ये सब बातें यूदा देख रहा था. അന്ന് യൂദ തന്റെ ഒരു സഹോദരനായി മാത്രമായിരുന്നു യേശു കർത്താവിനെ കണ്ടിരുന്നത്. उस दिन जब प्रभु यीशु जिंदा रहते समय में यूदा ने तो ऐसे ही देखा कि यीशु तो सिर्फ मेरा बड़ा भाई है जो जिम्मेदारी ले रहा है, बस इसी नजरिए से देखा था. എന്നാൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ ദാസനായിരിക്കാനാണ് യൂദ ആഗ്രഹിക്കുന്നത്. परंतु ये यीशु जब मरकर पुनरुत्थान हुआ तो ये यीशु का सेवा करने के लिए वो सेवक बनकर अपने आप को नम्र किया. അപ്പോൾ യൂദ ഒരു കാര്യം കൂടെ ഗ്രഹിച്ചു. उस समय में यूदा और एक बात को समझने लगा. അതിങ്ങനെയാണ് എബ്രായ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ പറയുന്ന കാര്യം. वो है इब्रानियों का पुस्तक 3 अध्याय में हम जो पढ़ते हैं, അതിന്റെ 2-ാം വാക്യത്തിൽ മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നത് പോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവനെ വിശ്വസ്തനാകുന്നു. वहां पर इब्रानी 3 का 2 पढ़ेंगे. जो अपने नियुक्त करने वाले के लिए विश्वास योग्य था, जैसा मूसा भी उसके घर में था. അപ്പോൾ ദൈവഭവനത്തിലെ എല്ലാ ഉത്തരവാദിത്വങ്ങളും പൂർണ്ണമായി നിറവേറ്റിയവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. हमारा प्रभु यीशु मसीह ऐसा व्यक्ति है जो परमेश्वर के घराने के विषय में या परमेश्वर के भवन में सब बातों, सब जिम्मेदारियों को विश्वास योग्यता से पूरा किया. എങ്ങനെ? किस तरह?
അതായത് ദൈവത്തിനും അനേക പുത്രന്മാരെ വേണം. ताकि परमेश्वर को बहुत से पुत्र चाहिए, ഈ പുത്രന്മാര് ആയി തീരേണ്ടവരെല്ലാം പാപികളായി പോയി. परंतु ये जो पुत्र होना चाहिए था, ये लोग सब पापी बन गए. ഈ പാപികളുടെ പ്രശ്നം അതെ, അവർക്ക് ലഭിക്കേണ്ടത് പാപക്ഷമയാണ്. और ये इस जो पाप के अधीन में फंसे हुए लोगों को सबसे पहला जो तुरंत हल जो उनको उनमें चाहिए था, वो है पाप का क्षमा. അത് ദൈവത്തിന്റെ നീതിയുടെ മുൻപിൽ ഇവരെല്ലാവരും ശിക്ഷിക്കപ്പെടേണ്ടവരാണ്. परंतु परमेश्वर के धार्मिकता के सामने अगर देखा जाए तो ये लोग सब लोग दंड पाना चाहिए था. എന്നാൽ നമുക്കറിയാം എഫെസ് ലേഖനം 2-ാം അധ്യായത്തിലുണ്ട്, അവര് അതെ ദൈവത്തിന്റെ കോപത്തിന്റെ പാത്രങ്ങളായി തീർന്നവരായിരുന്നു. हम लोग एफेसियों का पुस्तक में भी हम लोग पढ़ते हैं कि ये लोग सब लोग हम सब लोग परमेश्वर के क्रोध के पात्र थे. എന്നാൽ ഈ ദൈവകോപമാണ് ക്രിസ്തുയേശു ക്രൂശിൽ വെച്ച് സ്വീകരിച്ചത്. और ये क्रोध को है हमारा प्रभु यीशु मसीह ने क्रूस में स्वीकारा. അതെ, എഫെസ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിന്റെ ഒടുവിലാണ് നമ്മളെല്ലാവരും കോപത്തിന്റെ മക്കളായിരുന്നു എന്ന് പറയുന്നത്. और वहां पर एफेसियों का पुस्तक 2रा अध्याय उसका 3रा वाक्य में हम देखते हैं कि हम सब लोग स्वभाव ही से हम लोग क्रोधी के संतान थे. ഓക്കെ, ഇങ്ങനെയുള്ള നമ്മുടെ എല്ലാവരുടെയും ദൈവകോപം അവൻ ക്രൂശിൽ വെച്ച് അവൻ സന്തോഷത്തോടെ ഏറ്റെടുത്തു. तो ये जो क्रोध जो हमारे ऊपर था, ये प्रभु यीशु मसीह ने क्रूस में हमारे लिए आनंद से वो सारा क्रोध को प्रभु ने उठा लिया. അങ്ങനെ എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരണം അനുഭവിച്ചു. इस रीति से हम सब के लिए एक जन मर गया. അങ്ങനെ ദൈവഭവനത്തിലെ എല്ലാ പുത്രന്മാർക്കും വേണ്ടതായ എല്ലാ വേലയും തികച്ച ഒരു മൂത്ത പുത്രനായിട്ടാണ് യൂദ യേശു കർത്താവിനെ കണ്ടത്. जिस तरह यूदा ने क्या देखा, अपने घराने में जो सभी जरूरतों का बात को आवश्यकता आ गई थी, वो सब जरूरतों को जिम्मेदारी उठाकर प्रभु यीशु ने था जो पूरा बोझ उठाकर वो सेवा उसने ईमानदारी से किया. ഓക്കെ, ഈ യേശുവിന്റെ ദാസനായിരിക്കാനായിരുന്നു യൂദയുടെ ആഗ്രഹം. ये इस प्रकार का स्वभाव वाला यीशु के ऊपर यीशु का दास बन जाए, ये इच्छा था यूदा का. ഒരടിമയെ പോലെ അവന്റെ ഇഷ്ടം പൂർണ്ണമായി ചെയ്യുക എന്നുള്ളതായിരുന്നു. यानी कि गुलाम के समान प्रभु तेरा इच्छा क्या है जानकर अपने आप को समर्पण किया हुआ व्यक्ति. അതോടൊപ്പം യൂദ അന്ത്യകാലത്ത് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെ കുറിച്ച് ആത്മാവിൽ ബോധവാനായി. जिसकी वजह से अंतिम समय में कलीसिया के ऊपर आने वाला विपत्ति और जो भी झूठा उपदेश है और ये सब गलत होने वाला बातों को उसको आत्मा में समझ में आने लगा. ഇന്ന് ഓരോ വിശ്വാസിയുടെയും മുൻപാകെ ഇവ രണ്ടും ഉണ്ടായിരിക്കണം. आज सभी विश्वासियों के सामने ये दो बातें रहना चाहिए. ഇതാണ് യൂദയുടെ ലേഖനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. वो है हम लोग यूदा का पुस्तक पढ़ते समय में हमें समझ में आता है. എവിടെയും വിശ്വാസത്യാഗം സംഭവിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. हम लोग ऐसा समय में जी रहे हैं जहां पर कहां पर भी किधर भी विश्वास का त्याग हो सकता है. അതായത് നാം യൂദയുടെ ലേഖനത്തില് 10-ാം വാക്യം മുതൽ 13-ാം വാക്യം വരെ കണ്ടതായ നെഗറ്റീവായ കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രതിലോമമായ അനേക വ്യക്തികളും സംഭവങ്ങളും നമുക്ക് മുൻപിലുണ്ട്. और जिसके लिए हम लोग यूदा का पुस्तक 10वां वाक्य से 13वां वाक्य तक जो दुनिया जो इस दुष्ट दुनिया में किस प्रकार के लोग हैं और किस किस तरह का अनुभव है, ये सब बातें गवाह के रूप में हमारे सामने है. ദൈവസഭയ്ക്ക് വന്ന് സംഭവിക്കാവുന്ന അതെ പരാജയങ്ങളെ അല്ലെങ്കിൽ വിശ്വാസത്യാഗത്തെ കുറിച്ച് വ്യക്തമായിട്ട് യൂദ നമുക്ക് ഒരു ഈ ലേഖനത്തിലൂടെ വ്യക്തമാക്കി തന്നിരിക്കുകയാണ്. और प्रभु के लोगों के ऊपर या प्रभु के कलीसिया के ऊपर किस तरह विश्वास को ठुकराया जा सकता है या विश्वास त्यागी हो सकते हैं, ये लोग भी बन सकते हैं करके इस तरह यूदा हमें ये बातें लिखकर हमें പഴയ നിയമത്തിലെ ചില സംഭവങ്ങളും നമുക്കതിന് ആധാരമായിട്ട് എടുത്തു കാണിച്ചിട്ടുണ്ട്. और पुराने नियम के कुछ घटनाओं को लेकर वो हमारे लिए एक पहचान बताया, एक उदाहरण लेकर बताया है. നമുക്കറിയാം ദൈവജനത്തെയും കൊണ്ട് മോശയുടെ നേതൃത്വത്തിൽ അവര് പെസഹ കുഞ്ഞാടിനെ അറുത്ത് ആ ദിവസം അവര് മിസ്രൈമിൽ നിന്ന് വിട്ടുപോന്നു.
हम देखते हैं कि जब प्रभु के लोग यानी कि इस्राएल के लोग मिस्र देश में निकलने से पहले हम देखते हैं कि उन लोग ने क्या किया था। मूसा ने जैसा कहा, उन लोग ने फसौन का जो मेमना है उसको वध किया। उस वध करने के बाद उसी दिन वो लोग मिस्र देश से बाहर निकले थे। അവര് വിട്ടു പോന്നപ്പോൾ തന്നെ ഫറവോ വീണ്ടും അവരെ ആക്രമിക്കാനായിട്ട് പിന്നാലെ തിരിച്ച സംഭവം നമുക്കറിയാം. और हम ये बात भी हम जानते हैं, जिस दिन वो लोग मिस्र देश को छोड़कर बाहर निकले थे उसी दिन से हम देखते हैं कि फौरन और उसकी सेना इस्राएल को वापस पकड़कर बंदीगृह में डालना चाहता था। അപ്പോൾ ദൈവജനത്തെ ആക്രമിക്കാനായിട്ട് പുറപ്പെട്ട ഫറവോയ്ക്കുണ്ടായതായ നാശവും നമുക്കറിയാം. और हम ये भी जानते हैं कि ये फरो जो प्रभु के लोगों को पकड़वाना चाहता था, जिसकी वजह से उसके ऊपर आया हुआ नाश भी हम जानते हैं। ഓക്കെ, അതിനുശേഷമാണ് അവര് രഫീദിലെത്തിയപ്പോൾ, പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ രഫീദിൽ വെച്ചാണ് അമാലേക്ക് അവരോട് യുദ്ധം ചെയ്യാനായിട്ട് വന്നത്. और फिर जब हम निर्गमन 17 में हम पढ़ते समय में जब वो लोग रफीद में पहुंचे तो वहां पर अमालेक के लोगों ने उनके ऊपर आक्रमण किया। ഇവർക്ക് ഒരു യുദ്ധത്തിനുള്ള ആയുധങ്ങളൊന്നും ഇവരുടെ കയ്യിൽ ഇല്ലായിരുന്നു. और उस समय में युद्ध करने के लिए कोई भी हथियार नहीं था। അവരൊരു വെറും യാത്രക്കാര് മാത്രമായിരുന്നു. क्योंकि वो लोग उस समय में सिर्फ एक यात्रा करने वाले लोग ही थे। वो लोग കനാനിനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്നവര്, यानी कि ऐसे लोग जो कनान देश में लक्ष्य रखकर यात्रा करने वाले लोग। സ്വന്തമായിട്ട് ആഹാരവുമില്ല, സ്വന്തമായിട്ട് വെള്ളവുമില്ല, खुद का पानी नहीं, खुद का खाना नहीं। അവർക്ക് ആശ്രയിക്കാൻ ഒരു ദൈവം മാത്രമുണ്ട്. उनके पास भरोसा करने के लिए और निर्भर करने वाला एक परमेश्वर ही था। അവർ യാത്ര ചെയ്യുന്ന മരുഭൂമിയില് ഒരു പുൽച്ചൊടി പോലും ഇല്ല. वो लोग जिस जंगल से जिस मरुभूमि में वो लोग यात्रा कर रहे थे वहां पर कोई भी घास भी नहीं था। എവിടെയെങ്കിലുമൊക്കെ ഈന്തപ്പനകളും ചില നീരുറവുകളും ഒക്കെയുള്ള സ്ഥലം അനേക മൈലുകൾ യാത്ര ചെയ്തതിനു ശേഷം മാത്രമേ കണ്ടെത്തുകയുള്ളൂ. लोगों को बहुत दूर दूर यात्रा करके मीलों यात्रा करने के बाद शायद थोड़ा झरना उनको मिलता था जिससे वो लोग उसमें से पानी भरकर पी सके। ഇങ്ങനെയുള്ള പ്രതികൂലത്തിന്റെ മധ്യത്തിലായിരുന്നു അമാലേക്ക് ഇവരെ ആക്രമിച്ചത്. इस तरह का परिस्थिति में वो लोग चलते समय में था, अमालेक के लोगों ने आकर उनके ऊपर युद्ध किया। എന്നാൽ അമാലേക്ക് അങ്ങനെ യുദ്ധം ചെയ്തതിനാൽ നാശമുണ്ടായതും അമാലേക്കിന് തന്നെയാണ്. परंतु जब अमाले लोगों ने भले इस्राएल के खिलाफ युद्ध किया तो उसका नुकसान भी अमालेक को ही हुआ। ഇങ്ങനെ ഇവർ യാത്ര ചെയ്ത് ഏതാണ്ട് കനാനിനടുത്തെത്തി. इस तरह वो लोग यात्रा करते करते कनान का नजदीक पहुंचा। ഇവരുടെ യാത്രയിലെല്ലാം പ്രതികൂലങ്ങൾ ഉണ്ടായിരുന്നു. और इनके यात्रा में बहुत सारे रुकावटें और तकलीफ था। അവിടെ തടസ്സം സൃഷ്ടിച്ച 2 വ്യക്തികളെ കുറിച്ച് യൂദ എഴുതിയിട്ടുണ്ട്. और ऐसा यात्रा करते समय में 2 खास लोग थे जो इस्राएल लोगों को रुकावट लाया करके, वो यूदा का पुस्तक में भी हम पढ़ते हैं। അതായത് യൂദയുടെ ലേഖനം 11-ാം വാക്യത്തിൽ കാണുന്നു ബിലയാമിന്റെ വഞ്ചനയും കോരഹിന്റെ മത്സരവും. बारे में हम लोग यूदा 1:11 में हम पढ़ते हैं, जो हम देखते हैं कि बिलयाम का चतुराई जो धोखा देने का स्वभाव था और दूसरा है कोरह का बलवा। അവര് മത്സരിച്ചതിനാലും അതുപോലെ തന്നെ അവരെ വഞ്ചന ഉപയോഗിച്ചതിനാലും നാശം അവർക്ക് തന്നെയാണ് സംഭവിച്ചതെന്നും അവിടെ മനസ്സിലാകുന്നുണ്ട്. और हम जब आगे बढ़ते समय में हम ये देखते हैं कि जो लोग प्रभु के लोगों को धोखा देने के लिए आया और जो लोग प्रभु के खिलाफ बलवा करने आया, ये दोनों लोगों जो कार्य करने आया उनको ही नुकसान हुआ। ഇനിയും സംഖ്യാപുസ്തകം 32-ാം അധ്യായത്തിൽ ഒരു പ്രത്യേക സംഭവം എടുത്തു കാണുന്നുണ്ട്. और संख्या का पुस्तक 32वां अध्याय में वहां पर एक बात उठाकर कहता है, ഈ ഇസ്രായേൽ ജനം ഏതാണ്ട് കനാൻ അടുക്കാറായി. हम देखते हैं कि इस्राएल के लोग कनान के नजदीक पहुंच गए थे। ഇനി യോർദാൻ കടന്നാൽ മതി, बस उनको योर्दान नदी पार करना है। അവിടെ എത്തിയപ്പോഴാണ് രൂബേന്യരും ഗാദ്യരും അവർക്ക് ആടുമാടുകൾ ഉണ്ടായിരുന്നു. तो वहां पर हम देखते हैं कि जो रूबेन के लोग और गाद के लोग, उनके पास बैल बकरियां थे। അവർ നോക്കിയപ്പോൾ ആ ദേശം നല്ല ദേശം. तो वो लोग ने क्या देखा कि जिस देश में वो लोग तभी बसे थे वो देश ज्यादा अच्छा है। അത് ആടുമാടുകൾക്ക് തീറ്റാൻ പറ്റിയ ദേശം. क्योंकि वो एक ऐसा देश था जो अपने बैल बकरियों को चारा करने के लिए एक योग्य देश था। അവർക്ക് യോർദാൻ കടന്ന് അപ്പുറത്ത് കനാനിൽ പ്രവേശിപ്പാൻ അവർക്ക് ഇഷ്ടമില്ല. क्योंकि और ऐसे ये स्वभाव की वजह से उनको योर्दान नदी पार करके उस पार जाकर
कनान देश में जाने का मन नहीं था। ഇവര് പറഞ്ഞൊരു കാര്യമുണ്ട് 18-ാം വാക്യം, സംഖ്യാപുസ്തകം 32-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം. संज्ञा का पुस्तक 32 का 18 में पढ़ते हैं नंबर्स. ഇസ്രായേൽ മക്കൾ ഓരോരുത്തൻ താന്റെ അവകാശം അടക്കിക്കൊള്ളും വരെ ഞങ്ങൾ ഞങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോരുകയില്ല എന്നാണ് അവര്. परंतु जब तक इस्राएली अपने अपने भाग के अधिकारी ना हो तब तक हम अपने घरों को न लौटेंगे. അപ്പോൾ കനാനിൽ പ്രവേശിപ്പാന് ഇനി അധികം ദൂരമില്ല. अभी कनान में पहुंचने के लिए ज्यादा समय नहीं, ज्यादा दूरी नहीं. യോർദാൻ കടന്നാൽ മതി. बस योर्दान नदी को पार करना है. എന്നാല് യോർദാൻ ഇക്കരെ അവര് നല്ല ഒരു കന്നുകാലികളെയും ആടുമാടുകളെയും തീറ്റുവാൻ പറ്റിയ പുൽപ്പുറങ്ങളും പുൽമേടുകളും കണ്ട് അവിടെ തങ്ങാൻ അവർ ആഗ്രഹിച്ചു. परंतु योर्दान के इस पार ही उन लोगों ने जिस देश में वो लोग रह रहे थे वहां पर उन्होंने देखा कि उनका बैल बकरियों और उनके पशुओं को उनके लिए जो खाना है, जो उनका है, वो सब खाना बैल बकरियों के लिए अच्छा जगह है करके देखकर वो लोग उधर ही रहने लगे. ഓക്കെ, ഇതുപോലെയാണ് ഈ അന്ത്യകാലത്ത് എത്തിയിരിക്കുന്ന ദൈവവിശ്വാസികൾക്കും അല്ലെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിച്ച ദൈവജനത്തിന് സംഭവിക്കാവുന്ന പരാജയം. यही एक धोखा है जो अंतिम समय में विश्वासियों के ऊपर भी आने वाला एक बहुत बड़ा हार का अवस्था. ഓക്കെ, അതുകൊണ്ടാണ് യൂദ എഴുതുമ്പോൾ 3 കാര്യങ്ങളാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് ക്രിസ്തുവേശുവിനായി സൂക്ഷിക്കപ്പെട്ടവരാണ് ദൈവജനം. इसके लिए वहां पर यूदा इस विषय में 3 बातें वो लेकर कहता है. एक है कि प्रभु के लोग ऐसे लोग हैं जो मसीह यीशु के लिए सुरक्षित है. ക്രിസ്തുവേശുവിനായിട്ടുള്ളവരാണ്, यानी कि यीशु मसीह के लिए है वो लोग, അവർക്ക് വേണ്ടി സൂക്ഷിക്കപ്പെട്ടവരാണ്, उनके लिए सुरक्षित है. ഇവരെ ഓർത്തുകൊണ്ടായിരുന്നു കർത്താവ് ക്രൂസിലെ അപമാനം അലക്ഷ്യമാക്കി ക്രൂസിനെ സഹിച്ചത്. इनको याद करते हुए प्रभु ने क्रूस में लज्जा का सामने जो भी लज्जा उनके ऊपर आया वो सबको हटाया और प्रभु के लोगों के लिए वो सारा लज्जा की बातें सहा. ഇങ്ങനെ ഒരു മാതൃകയാണ് നാം ക്രൂസിലേക്ക് നോക്കുമ്പോൾ നമ്മെ ദൈവം കാണിക്കുന്നത്. इस तरह की आदर्श की बातें हैं जब हम क्रूस की ओर देखते समय में प्रभु हमको सिखाता है. ഇതാണ് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. यही बातें हैं पवित्र आत्मा ने रेखा करके लिखे അപ്പോൾ रखा है. ക്രിസ്തു ക്രൂസിൽ വെച്ച് ദൈവത്തിന്റെ നിത്യ ആലോചന നിറവേറ്റി. इसलिए मसीह ने क्रूस में परमेश्वर का जो अनंत काल का इच्छा और आग्रह था वो बात को पूरा किया. അപ്പൊ ക്രിസ്തു നിറവേറ്റുമ്പോൾ ക്രിസ്തുവിനെ ഭരിച്ചിരുന്നതായ കാര്യം സഭയോടുള്ള സ്നേഹമായിരുന്നു. और जब प्रभु ये सब बातें करते समय में उस समय में मसीह को आया हुआ चिंता एक ही था कि वो कलीसिया से बहुत प्रेम करता था. അതോടൊപ്പം തന്നെ യേശു കർത്താവ് പിതാവിനെ എല്ലാ നിലയിലും പ്രസാദിപ്പിക്കുകയും ചെയ്തു. और उतना ही नहीं, वो परमेश्वर को हर तरीके से परमेश्वर को खुश किया, तृप्त किया. ഇത് വ്യക്തമായി ഗ്രഹിച്ചത് പരിശുദ്ധാത്മാവാണ്. और ये सब बातों को अच्छी तरह से समझा है पवित्र आत्मा. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഈ യൂദയെ ഉപയോഗിച്ച് ഈ രീതിയിൽ എഴുതി വെച്ചിരിക്കുന്നത്. इसलिए हम देखते हैं कि पवित्र आत्मा ने यूदा को इस्तेमाल किया ताकि हमें इस तरह का खत मिल सके. അപ്പോൾ പരിശുദ്ധാത്മാവിന് പറയാനുള്ളത് ക്രിസ്തു നിറവേറ്റിയ കാര്യം മാത്രമാണ്. क्योंकि पवित्र आत्मा को बताने के लिए एक ही बात है, किस तरह प्रभु यीशु मसीह ने प्रभु परमेश्वर के कार्यों को पूरा किया. അതുകൊണ്ടാണ് എബ്രായ ലേഖനം നമുക്ക് പരിചയമുള്ള വാക്യമാണ് 9-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. इसलिए हम लोग अच्छी तरह से जानने वाला वाक्य है इब्रानियों 9:14 में. അവിടെ നമുക്ക് നിത്യ ആത്മാവിനെ കാണാം. वहां पर सनातन आत्मा को हम देखते हैं. അതോടൊപ്പം തന്നെ ദൈവത്തിന് തന്നെത്താൻ സമർപ്പിച്ച ക്രിസ്തുവിനെ കാണാം. और ये परमेश्वर को समर्पण करने वाला यीशु को हम देखते हैं. അപ്പോൾ അതോടൊപ്പം തന്നെ ക്രൂശിൽ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടേണ്ടതിന് വേണ്ടിയായിരുന്നു ക്രിസ്തു നിലകൊണ്ടത്. और ये सब बातें क्रूस में प्रभु ने जब मसीह परमेश्वर को सब बातों में खुश कर सके, इसलिए प्रभु क्रूस पर बना रहा, टिका रहा. ഓക്കെ, എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തു. वहां पर हम देखते हैं कि जो इब्रानियों 9:14 में हम देखते हैं कि मसीह के लहू के द्वारा अपना सनातन आत्मा के द्वारा परमेश्वर के सामने निर्दोष चढ़ाए.
ഓക്കെ, അപ്പോൾ ക്രൂസിലായിരിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഒരേ ആഗ്രഹം, എന്നെ അയച്ച എന്റെ പിതാവ് മഹത്വപ്പെടണം. इसलिए क्रूस में जब प्रभु इस दुनिया में आते समय में प्रभु यीशु मसीह का एक ही इच्छा था कि मैं परमेश्वर का सब इच्छाओं को मैं पूरा करूं. പിതാവിന്റെ തിരുനാമം ഏറ്റവും അധികം മഹത്വപ്പെട്ട രംഗവും ക്രിസ്തുവിന്റെ ക്രൂശ് മരണമാണ്. और पिता परमेश्वर को जो सबसे ज्यादा महिमा, परमेश्वर का नाम जो सबसे ज्यादा ऊंचा उठाया गया महिमा हुआ जो एक स्थान है क्रूस. കാരണം ദൈവത്തിന്റെ നിത്യ ആലോചനകളാണ് അവൻ നിറവേറ്റിയത്. क्योंकि परमेश्वर का जो गहरा आग्रह था, जो पहले से परमेश्वर ने निर्णय करके रखा था, वो सब बातों को प्रभु ने समय पर पूरा किया. അവയൊന്നുപോലും പുത്രന്റെ സ്വന്തം ഇഷ്ടത്തിനല്ലായിരുന്നു. उसमें से जो भी काम प्रभु ने किया अपना खुद का मर्जी या इच्छा से नहीं किया. എല്ലാം തിരുവെഴുത്തിന് നിവർത്തി വരത്തക്ക നിലയിലായിരുന്നു. उन्होंने कोई भी अपना बातें अपना मर्जी के लिए नहीं किया, बल्कि सब बातें पवित्र शास्त्र को पूरा हो सके इसलिए किया. അപ്പൊ ക്രിസ്തുവിന്റെ മരണം തിരുവെഴുത്ത് നിവർത്തി വരുത്തുകയും പിതാവിന്റെ തിരുവുള്ളത്തെ സംതൃപ്തമാക്കുകയും ചെയ്തു. इसलिए प्रभु का हर एक कार्य पवित्र शास्त्र में लिखा हुआ बातों को पूरा कर सके, उसी समय में परमेश्वर का हृदय को तृप्त भी कर सके, ऐसा किया. ഈ കാര്യമാണ് ഇത് പരിശുദ്ധാത്മാവാണ് വ്യക്തമായി അറിഞ്ഞത്. ये सब बातें हैं पवित्र आत्मा स्पष्ट रीति से जाना. അതെ, ഈ പിതാവിന്റെ തിരുവുള്ളത്തെ പ്രസാദിപ്പിച്ച കാര്യവും പുത്രൻ പൂർണ്ണമായി ചെയ്ത കാര്യവും വ്യക്തമായി അറിയുന്ന വ്യക്തി പരിശുദ്ധാത്മാവ് മാത്രമാണ്. यानी कि यीशु मसीह जब कार्य करते समय में परमेश्वर का सारा हृदय आग्रह को पूरा किया, और यीशु मसीह जब कार्य करते समय में वचन में लिखा हुआ, पवित्र शास्त्र में लिखा हुआ सब बातों को पूरा किया हुआ बात, ये दोनों बातें पवित्र आत्मा अच्छी तरह से जानता है. പരിശുദ്ധാത്മാവിന് ഘോഷിക്കാനുള്ളത് ഈ കാര്യങ്ങൾ മാത്രമാണ്. और पवित्र आत्मा को अगर आके घोषणा करने के लिए कुछ बात है तो वो यही बात है. അതെ, ക്രിസ്തു നിറവേറ്റിയ കാര്യങ്ങൾ മാത്രമാണ് പരിശുദ്ധാത്മാവിന് ഘോഷിക്കാനുള്ളത്. पवित्र आत्मा यीशु मसीह ने जो जो बातों को पूरा किया है, सिर्फ वही बात को घोषणा करने का इच्छा है पवित्र आत्मा को. അത് കേട്ട് അത് വിശ്വസിക്കുകയും അത് ഉദ്ഘോഷിക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവതിരുനാമം വിശ്വാസികളിലൂടെയും മഹത്വപ്പെടുന്നത്. ये जब विश्वासी लोग जब ये बात विश्वास करते हैं और इस पर वो लोग अपने आप को समर्पण करते हैं, तो तभी क्या होता है, ये ऐसे विश्वासी लोग हैं परमेश्वर का घोषणा करते हैं. അപ്പൊ ഇങ്ങനെയുള്ള വിശ്വാസികൾ എത്തിയിരിക്കുന്ന അന്ത്യ കാലഘട്ടമാണിത്. इस रीति से ये विश्वासी लोग जीने का एक अंतिम समय और युग में पहुंच चुके हैं. എങ്ങനെ? അതായത് പഴയ നിയമത്തിലെ ഇസ്രായേൽ മക്കൾ യോർദാൻ കടക്കാൻ എത്തിയതുപോലെ ഉള്ള ഒരു പ്രത്യേക സന്ദർഭത്തില് ദൈവജനം എത്തിയിരിക്കുകയാണ്. जैसा पुराने नियम में जब इस्राएली वो लोग यॉर्दान के इस पार रहे, ताकि बस यॉर्दान नदी को पार करके उस पार पहुंचने का जो अवस्था है, उस अवस्थे में वो लोग पहुंच चुके हैं. അന്ന് രണ്ടര ഗോത്രങ്ങളെ സ്വാധീനിച്ചത് അവരുടെ ആടുമാടുകളെ തീറ്റാനുള്ള ഭൗതികമായ കാര്യങ്ങളായിരുന്നു. उस समय में हम देखते हैं कि 2-3 गोत्र लोग क्या हो गए, जब नदी के इस पार थे तो वो लोग ने देखा कि जमीन बहुत अच्छा है, अब बैल बकरियों को खिलाने का जो हल है, जो चारा है, वो सब इधर यहाँ पर बहुत है बोलकर वो लोग ने मन उसी भूमि पर मन लगा के रखा, कनान पर नहीं रखा. അതേ തന്ത്രം തന്നെയാണ് ഇന്നും സാത്താൻ ഉപയോഗിക്കുന്നത്. इसी प्रकार का चतुराई है शैतान आज भी हमारे ऊपर इस्तेमाल करता है. സാത്താൻ എന്നും ദൈവത്തിന്റെ ജനത്തെ വഞ്ചിച്ചത് ലോകത്തെ കാണിച്ചായിരുന്നു. क्योंकि शैतान हम देखते हैं कि हर समय में प्रभु के लोगों को अगर बहकाया है तो संसार दिखाकर ही बहकाया है. നമുക്കറിയാം, ദൈവത്തിന്റെ പുത്രനെ പോലും അവൻ ലോകം കാണിച്ചു. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തില്. मत्ती का पुस्तक अध्याय 4 में हम यहाँ देखते हैं कि जब शैतान आया प्रभु को बहकाने के लिए, वो तभी संसार का बातें भी वहां पर रखा. അതെ, മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം നമുക്ക് പരിചയമുള്ള വാക്യമാണ്. हम अच्छी तरह से जानते हैं मत्ती 4:8 में. പിശാച് അവനെ ഏറ്റവും ഉയർന്ന ഒരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ച് വീണെന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാം എന്ന് അവനോട് പറഞ്ഞു. शैतान ने क्या किया, शैतान ने प्रभु को ऊंचा पहाड़ के चोटी पर लेकर जाकर कहा कि और वो सारा जगत का राज्य और उसका वैभव दिखाकर कहता है कि उसे कहा कि यदि तू मुझे झुककर प्रणाम करेगा तो ये सब मैं तुझे दूंगा. എന്നാൽ യേശു അവനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ
ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. परंतु प्रभु इसका जवाब देता है कि हे शैतान दूर हो जा, क्योंकि लिखा है कि तू अपने प्रभु और परमेश्वर को प्रणाम कर और और केवल उसी की उपासना कर. ഈ രീതിയില് സാത്താനോട് എതിർത്ത് നിന്ന യേശുവിനെ ദാസനായിരിക്കാനായിരുന്നു യൂദയുടെ ആഗ്രഹം. इस रीति से ये ऐसा यीशु जो शैतान के हमेशा शैतान का जो भी तंत्रों का आते समय में वचन को लेकर विरुद्ध खड़ा रहने वाला, ये यीशु का सेवा होने का मन रखा यूदा ने. ഈ യേശുവിന്റെ ദാസനായിരിക്കാൻ യൂദ ആഗ്രഹിച്ചു. ആ പദവിയായിരുന്നു യൂദ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത്. ये ऐसा दास जो प्रभु यीशु मसीह अपने आप को समर्पण किया, ऐसा प्रभु का दास गुलाम खुद यूदा बन जाए, ऐसा पदवी യൂദ देख रहा था और ऐसा पदवी में वो गया. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഒടുവിലായിട്ട് യൂദ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്ന അതിന്റെ 20-ാം വാക്യം, യൂദയുടെ ലേഖനം 20-ാം വാക്യം. യൂദ का पुस्तक 20 में इस तरह लिखा है, നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയവർദ്ധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ടും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവീൻ. पढ़ेंगे 20-21-22. पर हे प्रिय, अति पवित्र विश्वास में अपनी उन्नति करते हुए और पवित्र आत्मा में प्रार्थना करते हुए अपने आप को परमेश्वर के प्रेम में बनाए रखो और अनंत जीवन के लिए हमारे प्रभु यीशु मसीह की दया की आशा देखते रहो. അപ്പൊ അന്ത്യകാലത്ത് വിശ്വാസികൾ എങ്ങനെ ആയിരിക്കണമെന്ന് 20-21 വാക്യത്തിൽ പറയുന്നുണ്ട്. അതിന് മുൻപായിട്ട് 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. अंतिम समय में विश्वासी कैसा रहना चाहिए करके 20-21 में हम पढ़ते हैं और 17 से 19 में पढ़ते समय में भी कैसा रहना है करके कुछ बातें लिखा है. 17-ാം വാക്യത്തില് അപ്പോസ്തലന്മാര് മുൻകൂട്ടി പറഞ്ഞ കാര്യങ്ങളെ ഓർക്കാൻ പറയുന്നു. 17 वाक्य में हम पढ़ते समय में वहां पर हम देखते हैं कि प्रेरितों ने जो बातें कहा है वो बातों को स्मरण रखो. പിന്നെ 18-ാം വാക്യത്തിൽ പറയുന്നുണ്ട് അന്ത്യകാലത്ത് ഉണ്ടാകാവുന്ന വിശ്വാസികളുടെ ഇടയിൽ ഉണ്ടാകാവുന്ന കാര്യങ്ങൾ. और फिर हम देखते हैं कि 18 वाक्य में लिखा है विश्वासियों के ऊपर आने वाला जो बातें हैं वहां पर लिखा है. 19-ാം വാക്യത്തിൽ പറയുന്നു അവരെ എന്തെല്ലാം കാര്യങ്ങൾ അവരുണ്ടാക്കുമെന്ന് പറയുന്നുണ്ട്. और 19वां वाक्य में वो लोग क्या क्या बातें बनाएंगे करके जिसकी वजह से कार्य होता है करके हम देखते हैं. പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഭിന്നത ഉണ്ടാക്കുന്നവര്. उसमें से सबसे बड़ा कार्य जो वो लोग करने वाला है वो है फूट डालने वाले रहेंगे. പിന്നെ ഇവര് പ്രാകൃതന്മാര്, और वो लोग शारीरिक रहेंगे. ആത്മാവിനെ അനുസരിച്ച് നടക്കാത്തവര്, ये लोग ऐसे लोग हैं जो आत्मा का बात नहीं सुनते. ആത്മാവില്ലാത്തവർ എന്ന് പറയുമ്പോൾ ദൈവാത്മാവിനാൽ വീണ്ടും ജനിച്ചവരാണോ എന്ന് സംശയം തോന്നുന്ന രീതിയിൽ ഇവർ ജീവിക്കും. मतलब आत्मा नहीं है मतलब क्या है? पवित्र आत्मा के द्वारा जो हमको उद्धार देता है, क्या वास्तव में इनको उद्धार दिया है कि नहीं, ऐसा हम लोग शक लाते हैं, शक उत्पन्न करने वाला बातें. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണം, ഇന്നത്തെ ക്രിസ്തീയ ഗോളം ഇങ്ങനെയുള്ളവരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. इसलिए प्रिय मैं बात बताना चाहता हूँ, ध्यान से सुनना. आज विश्वासियों का जो 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 मसीही करके लोग बोलते हैं, आज सबसे ज्यादा इस प्रकार के लोगों को देखने मिलेगा. ക്രിസ്ത്യാനികളുടെ ഇടയില്, ക്രിസ്തു മതക്കാരുടെ ഇടയിലും വിശ്വാസികളുടെ ഇടയിലുമുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭിന്നത എന്നുള്ളത്. मसीह धर्मों में भी या सच्चा मसीह लोगों के बीच में जो सबसे बड़ा बात हम देखते हैं कि ऐसे प्रकार के लोग जो फूट डालते हैं, ഇവർ ഏത് കാര്യത്തിനും കോടതിയിൽ പോകും. ये लोग कोई भी बात रहेगा तो वो लोग न्यायालय में भी तक जाने के लिए तैयार है. അത് വിശ്വാസികൾ കോടതിയിൽ പോകരുതെന്ന് അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. जानते हैं कि प्रेरित पौलोस ने ये बात कहा है कि विश्वासी लोग कभी भी न्यायालयों में नहीं जाना चाहिए. സഹോദരങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് സഭയ്ക്ക് ഉള്ളിൽ തന്നെ ഒതുക്കി തീർക്കണമെന്നാണ്. अगर भाइयों के खिलाफ कुछ भी अगर तकलीफ हो तो उसके कलीसिया में ही उसको बात को खत्म कर देना है. അത് നേതൃത്വം വഹിക്കുന്നവർ അത് പറഞ്ഞു തീർക്കണമെന്നാണ്. और जो अध्यक्ष लोग हैं वो लोग आपस में भाइयों का जो भी झगड़ा है या जो भी विषय है वो लोग बोलकर समझाकर उधर ही कलीसिया में ही खत्म करना है. എന്നാൽ ഇന്നത്തെ കോടതികളിലെല്ലാം ക്രിസ്ത്യ മതക്കാരുടെയും അതുപോലെ തന്നെ ക്രിസ്തീയ സംഘടനകളുടെയും അനേക കേസുകൾ കെട്ടിക്കിടക്കുകയാണ്. परंतु आज बहुत से न्यायालयों में अगर हम देखेंगे तो बहुत से मसीह धर्मों का और बहुत से मसीह संगठनों का केस अभी भी उधर पड़ा है.
ഞാനിവിടെ ഉദ്ധരിച്ചത് ഇത് ആരെയും കുറ്റം പറയുകയല്ല. जब मैं बोलते समय में किसी को दोष नहीं लगाना चाहता, നാം ബോധവാന്മാരായിരിക്കാൻ വേണ്ടി യൂദ മുൻകൂട്ടി എഴുതിയ കാര്യമാണ്. परंतु हम लोग इस विषय में बोध्य हो जाए, हम लोग समझे कि हम लोग क्या गलती कर रहे हैं, ये बात पहचानने के लिए यूदा ने हमारे लिए पत्र लिखा है. ഇവിടെ നാം അകപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ് യൂദ മുൻകൂട്ടി എഴുതിയിരിക്കുന്നത്. हम लोग संसार में फंस ना जाए, इसके लिए यूदा ने ये सब बात देखकर हमारे लिए खत लिखा है. അനേകരും ഇങ്ങനെ ലോകത്തിലേക്കാണ് നോക്കുന്നത്. क्योंकि हमेशा बहुत से लोग संसार की ओर देखते हैं. ഇസ്രായേൽ മക്കളുടെ 2.5 ഗോത്രങ്ങൾ അവർ ആടുമാടുകളെ തീറ്റാനെന്ന് പറഞ്ഞ ഭാവന അവരെ യോർദാൻ ഇക്കരെ തങ്ങിയതുപോലെ, जिस तरह इसराइल के लोगों ने जो 2 गोत्र, वो लोग ने देखा कि योर्दान के इस पार ही, उस पार जाने का जरूरत नहीं है, इस पार में ही सब बातें हैं बोलकर संसार की बातों में मन लगाकर वो लोग अपने जानवरों को खेती बाड़ी और उस बातों में मन लगाकर जिया. എന്നാൽ യൂദ പറയുന്ന ഒരു കാര്യം, നിങ്ങളോ 20ാം വാക്യം, നിങ്ങളോ പ്രിയമുള്ളവരെ എന്നാണ്. परंतु यूदा का पुस्तक 20वां वाक्य में वहां पर लिखता है, परंतु हे प्रियो, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി तुम अपने अति पवित्र विश्वास को अब अपना उसका उन्नति करते रहो. അതെ 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 പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും और पवित्र आत्मा में प्रार्थना करते हुए നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുകയും और अपने आप को परमेश्वर के प्रेम में बनाए रख और अनंत जीवन के लिए हमारे प्रभु यीशु मसीह की दया की आशा देखे रहो. Praise the Lord. ഈ അന്ത്യകാലത്ത് നാം എത്തിയിരിക്കുമ്പോൾ യൂദയുടെ ലേഖനം നമുക്ക് അനേക താക്കീതുകൾ നൽകിയിരിക്കുകയാണ്. क्योंकि हम लोग अंतिम समय में पहुंच चुके हैं, तो हमारे लिए ये यूदा का पुस्तक बहुत से बातों का चेतावनी हमारे लिए दिया है. പുതിയ വിശ്വാസികളായ നമ്മൾ എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണ്. इसीलिए नए नियम के हम विश्वासी लोग, हम लोग कितना आशीषित लोग हैं. നമ്മെ സ്വർഗത്തിലെ എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളാലും ദൈവം ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. हमें स्वर्ग के सारे आत्मिक आशीषों का अनुभव करने के लिए परमेश्वर ने मसीह में हमें आशीषित किया है. വീണ്ടും ജനിച്ചവരായ നാം ക്രിസ്തുവിനോട് കൂടെ സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടവരാണ്. हम जो नए जन्म पाए हुए लोग मसीह में हम लोग स्वर्गीय स्थानों में बिठाया गया. താൽക്കാലികമായി മാത്രം നാം ഇവിടെ ആയിരിക്കുന്നു. हम लोग तो अभी कुछ समय के लिए, कुछ पल के लिए ही, थोड़े देर के लिए दुनिया में है. എന്നാൽ നമ്മുടെ ബുദ്ധി ഉപദേശത്തിനു വേണ്ടി കായീൻ മുതൽ ഉള്ളവരുടെ അനുഭവങ്ങൾ നമുക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട് ദൈവത്തിന്റെ വചനത്തിൽ. परंतु हमें समझाने के लिए और हमारा अकल ठिकाने में लाने के लिए यहाँ पर वचन में कायीन से जो गड़बड़ी हुआ है वो सब बातों का यहाँ पर लिख कर रखा है, ताकि हम लोग समझ सके और प्रभु में आकर सके. ദൈവജനത്തിനു വേണ്ടി, ദൈവജനത്തിനെതിരായിട്ട് നിന്ന അനേകരുടെ നാശത്തെ കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. और जो प्रभु परमेश्वर के खिलाफ जो लोग खड़े हो गए, उनके ऊपर जो नाश आया वो भी लिखा गया है. എന്നാൽ നമുക്ക് നശിച്ചു പോയവരേക്ക് അല്ല നാം നോക്കേണ്ടത്. परंतु हम लोग जो नाश हो गए उन लोगों की ओर नहीं देखना है. പിന്നെയോ ക്രൂശിലെ മരണത്തിലൂടെ ജയം പ്രാപിച്ചവനായ ക്രിസ്തുവിലേക്കാണ് നാം നോക്കേണ്ടത്. परंतु उस क्रूस पे मरकर जो जय पाया हुआ प्रभु यीशु मसीह की ओर देखना है. അവനാണ് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനും. क्योंकि वही विश्वास का वो नायक है और पूरा करने वाला व्यक्ति है. ആ ക്രിസ്തുവിന്റെ ദാസനായ യൂദയാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. वो इस प्रभु का एक दास है जो यूदा, जिसने ये खत लिखा है. അതെ, ആ യേശുവിന്റെ ദാസനായിരിക്കാൻ യൂദ ആഗ്രഹിച്ചതുപോലെ അതേ ആഗ്രഹം നമുക്കും ഉണ്ടായിരിക്കാൻ വേണ്ടി നമുക്കും കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ താഴ്ത്താം. इसलिए आओ हम लोग प्रभु की उपस्थिति में समर्पण करें और उसी मनोभावना रखें. जिस तरह यूदा ये महान प्रभु यीशु मसीह का सेवक होने के लिए इच्छा रखा, उस तरह हम भी इच्छा रखने के लिए अपने आप को समर्पण करें. പരിശുദ്ധാത്മാവ് നമുക്ക് മുൻകൂട്ടി നമ്മെ അറിയിച്ച കാര്യങ്ങൾക്ക് നമ്മെ തന്നെ നമുക്ക് വിധേയപ്പെടുത്താം. और पवित्र आत्मा ने हमको पहले से हमें बताया हुआ बातों को हमें समझाए, और जो समझा हुआ बात है उस पर हम लोग प्रभु में समर्पण करें. ദൈവം നമ്മെ സഹായിക്കട്ടെ. प्रभु हम ये सब बातों में हमें सहायता करें. നമുക്ക് പ്രാർത്ഥിക്കാം.